Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.
അസ്സലാമു അലൈക്കും. വാലേക്കും അസ്സലാം. ഇത് എവിടാ? കുറെ കാലമായാലും വിളിച്ചിട്ട്. നമ്മള് കുട്ടികളെ നോക്കി കെട്ടിയന്റെ പറയല് അല്ലാണ്ട് എവിടെയാ? നീ വലിയ ബിസി അല്ലേ? നമ്മൾ ഇങ്ങനെ വല്ലവർക്കും വേണ്ടി അതും ഇതും എഴുതി ജീവിക്കല്ലേ. എന്ത് ബിസി. ഇപ്പൊ എവിടെയാ? ഞാനിവിടെ അടുത്തൊരു സ്ഥലം വരെ പോവാ. വണ്ടി ഓടിക്കാണോ? ഹേയ്, അതൊന്നും കുഴപ്പമില്ല. നീ പറ. ഈ വല്ല ബോയ് ഫ്രണ്ടിനെയും കാണാൻ പോവാ? എന്തിന്? കാമോൻസിനെ കാണാൻ ആരെങ്കിലും അങ്ങോട്ട് പോവോ? അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. പിന്നെ എവിടെ പോവാ? ഈ സീക്രട്ടാ? എന്ത് സീക്രട്ട്? നീ കേക്കേന്ന് കേട്ടിട്ടില്ലേ? മീഡിയ മാച്ചിന്റെ ചീഫ് എഡിറ്റർ പുള്ളിക്കാരന്റെ ഒരു ഗെറ്റ് ടുഗതറാ. എല്ലാ കൊല്ലവും ഉള്ളതാ. ഭാഗ്യത്തിന് ഇത്തവണ നമുക്കൊരു കുറി വീണിട്ടുണ്ട്. ഒരു ചാൻസ് അല്ലേ. അതുകൊണ്ട് എനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഗുണമുണ്ടോന്ന് ചോദിച്ചാ അങ്ങേർക്ക് ഇംപ്രസീവ് ആയി തോന്നിയാ ഗുണമുണ്ടാവും. ഇതൊക്കെ ഒരു ലക്കല്ലേ. ആള് എഡിറ്റർ അല്ലേ? ലിഫ്റ്റിൽ കയറുമ്പോ സൂക്ഷിക്കണേ. ഓല് സൂക്ഷിച്ചാ മതി. ഇല്ലെങ്കിൽ ഓല് ലിഫ്റ്റ് പൊങ്ങൂല എന്റെ താത്ത. SI വിളിക്കുന്നു. ആ ഫോണോട് എടുത്തോ. ലൈസൻസ്. പേര്? അഞ്ജലി അറക്കൽ. വണ്ടി നമ്പര്? നിക്കിക്ക്. എന്തിനാണ് ഒളിഞ്ഞു നോക്കണത്? സ്വന്തം വണ്ടിയുടെ നമ്പർ അറിയൂ? അല്ല സർ, ഇതെന്റെ ഫ്രണ്ടിന്റെ കാറാ. തന്നെ? അപ്പൊ വണ്ടിയുടെ ബുക്കും പേപ്പർ ഒന്ന് കാണണമല്ല. ഓക്കെ. ഇതിൽ പേപ്പേഴ്സ് ഒന്നും ഇല്ലല്ലോ. കുഴപ്പമുണ്ടോ? ഏയ്, സാറിനോട് പറഞ്ഞാൽ മതി. ചെല്ല്. സോറി സർ, ആ ഫോണിന്ന് തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കായിരുന്നു. വണ്ടിയിൽ പേപ്പറൊന്നും കാണുന്നില്ല. രാവിലെ ഇറങ്ങും ബുക്കും പേപ്പറൊക്കെ ഇട്ടാണ് ഇറങ്ങണ്ടേ? നമ്പരും അറിയില്ല, പേപ്പറുകളും ഇല്ല. ഇത് മോട്ടിച്ച മോലല്ലെന്ന് ആർക്കറിയാം? സർ, അതാ ഞാൻ പറഞ്ഞത്. കാറിന്റെ ഓണറിനെ വിളിച്ചു തരാം. സാറിന് സംസാരിക്കാമല്ലോ. അതുകൊണ്ട് അയാൾ എന്തിനു പറയാൻ? അയാളുടെ കാറാണെന്ന്. എന്നിട്ട് ഞാനതങ്ങ് വിശ്വസിക്കണം അല്ലേ? നാളെ ഇതിൽ ബാം ബ്ലാസ്റ്റ് ഉപയോഗിച്ച ആരുത്തരം പറയും? അല്ലേ പോലെ? സർ, ഞാനൊരു ജേർണലിസ്റ്റ്. ഏത് പത്രത്തിലെ? പത്രത്തിലല്ല, പിന്നെ ചാനലിലാണ്. ഞാനൊരു ഫ്രീലാൻസറാണ്. തിരുനക്കര ശാന്തിയും പാളയം മേരിയൊക്കെ ഫ്രീലാൻസറാന്നും പറഞ്ഞ് കാർഡ് പഠിച്ചാണ് നടക്കണത്. അല്ലേ പോലെ? സർ പ്ലീസ്, ഞാൻ പല ഇൻസ്റ്റിറ്റ്യൂഷനും വേണ്ടി വർക്ക് ചെയ്യുന്നൊരു ജേർണലിസ്റ്റാണ്. മേഡം ഇപ്പം എങ്ങോട്ട് പോകണം? ചെങ്കോണം. ചെങ്കോണത്തെന്ത്? അവിടെ ഒരു ഫാം ഹൗസിലൊരു മീറ്റിങ്ങിന് പോവാ. ഫാം ഹൗസിൽ എന്ത് മീറ്റിംഗ്? മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പാർട്ടി പോലെ. ഓ, അപ്പൊ പാർട്ടി മീറ്റിംഗ് ആണല്ലേ? സർ, ഇത് മീഡിയ മാച്ചിന്റെ ചീഫ് എഡിറ്റർ മിസ്റ്റർ KK നടത്തുന്ന ഒരു ഗെറ്റ് ടുഗതറാണ്. അതാര്? അദ്ദേഹം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റാണ്. അതും ഫ്രീലാൻസ് തന്നെ. ഒരു കാര്യം ചെയ്യ്, അയാളെ വിളിക്ക്. ആര്? KKയോ? നിങ്ങളുടെ ഫ്രണ്ടിനെ. അയാളുടെ പേരെന്തിന്? മോഹൻദാസ്. ഹലോ, ഇത് മോഹൻദാസ് തന്നെ. അതെ, ആരാ ഇത്? ഞാൻ കൺട്രോൾ റൂം SI. എൻ്റെ കൂടെ എന്തിനാണ് പേര്? ജമീലെ? അഞ്ജലി. ആ, അഞ്ജലി എന്ന് പറഞ്ഞ ലാഡി ഉണ്ട്. അതെ, അഞ്ജലിയുടെ ഫോണാണല്ലോ ഇത്. എന്തു പറ്റി? നിങ്ങൾക്കൊരു കാറുണ്ടാ? എന്തൊരു കാറ്? ഫോർഡ് ഫിഗോ. നമ്പര്? KL11AP4447. വണ്ടി ഇപ്പൊ എവിടെ ഉണ്ട്? അത് അഞ്ജലിയുടെ കയ്യിൽ ഒരു ആവശ്യത്തിന് കൊടുത്തതാണല്ലോ. എന്ത് പറ്റി? എന്തെങ്കിലും ആക്സിഡന്റ് പറ്റോ? ആ, ഇക്കണക്കിനാണ് പോക്കെങ്കിലും ആക്സിഡന്റുകൾ ഉണ്ടാവും. മുഹമ്മദ്, വണ്ടിയിൽ ബുക്കും പേപ്പറും ഒന്നും ഇല്ലെങ്കിൽ നേരത്തെ പറയണ്ടേ? അയ്യോ സോറി. എന്ത് സോറി? ഈ പന്നി എന്നെ നോക്കൊണ്ട് റേപ്പ് ചെയ്തില്ലെന്നേ. പോട്ടെ, വിട്ടുകളാ. ആ, പിന്നെ വിളിക്കാം. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് അടുക്കളയിലായാലും കാറിലായാലും വർത്താനങ്ങൾ കഴിഞ്ഞിട്ട് സമയമില്ലല്ലോ. ഒടുവി ടിപ്പെന്ന് തീറ്റയാകുമ്പോൾ കെട്ടിയെടുത്തോണ്ട് പോവാ നമ്മളും. ഞാൻ ആദ്യം പറഞ്ഞല്ലേ, ഡോണ്ട് ആഡ് ചീസ് ബിഫോർ ഇറ്റ് സിമേഴ്സ്. വെസ്റ്റ് ഗാർലിക്. Yes, sir. Yeah. Now chop it real fine. ആദ്യം ഇതാണ് ചേർക്കേണ്ടത്. ഇതാ. ഓക്കെ. കുക്ക് ചെയ്യാൻ നമ്മുടെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാകും.
പക്ഷേ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിക്കണം. താങ്ക് യു. It's just like journalism, you know. Yes, of course. If you make it too spicy, it doesn't taste good. See, personally, I have nothing against masala, but you must strike the right balance. That's what makes a story tasty. Don't you guys see MasterChef? Yes, Sometimes. Sure. Don't you read books? Haven't you heard of Franz Kafka? He's African, right? Oh, this is really sad. One should be familiar with the literature of the world, you know. Oh, excuse me. Sami, എനിക്ക് മനസ്സിലായി. എന്തായാലും ആഫ്രിക്കക്കാരനല്ലെന്ന് എനിക്കറിയാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലല്ല. At the moment, I'm surrounded by aspiring writers and potential talents. ഇതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്ത് തന്നാൽ പോരെ? താൻ വെറുതെ ബഹളം ഉണ്ടാക്കാതെ. അതൊക്കെ വെറും ഈസി അല്ലേ? അങ്ങനെയല്ലെന്നേ. ഈ തവണ അത് നടന്നിരിക്കും. Give me 5 minutes, sir. I'll call you back. എന്താ സാർ? അഞ്ജലി അർക്കൽ. താനിപ്പോൾ കാര്യമായിട്ട് എന്തെങ്കിലും വർക്കിലാണ്? അങ്ങനൊന്നുമില്ല സാർ. Then will you be interested in some ghost writing? ഒരാൾക്ക് അയാളുടെ സർവീസ് സ്റ്റോറി ഒന്ന് എഴുതണം. ആർക്കാ സാർ? ജയിൽ സൂപ്രണ്ടന്റ് രാമൂർത്തി. ഈസ് എൻ ഓൾഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ച. എല്ലാവരും ഇപ്പം ആത്മകഥ എഴുതുമല്ലേ. അപ്പം അയാൾക്ക് ഒരാഗ്രഹം. മൂർത്തിക്ക് എഴുതാനുള്ള സ്കില്ലൊന്നുമില്ല. ഒന്ന് എഴുതി കൊടുക്കണം. പുസ്തകത്തിൽ നിങ്ങളുടെ പേരുണ്ടാവില്ല, ബട്ട് ഹി വിൽ പേ യു ഹാൻഡ്സംലി. എന്ത് പറയുന്നു? ഓക്കെ സാർ. ഗുഡ്. Hey, easy with the salt. Okay, sir. സാമി, ഞാൻ പറഞ്ഞില്ലേ, ഇനി ധൈര്യമായിട്ട് തൻ്റെ ആത്മകഥ പ്ലാൻ ചെയ്തു. ഐ എം റെഡി വിത്ത് യുവർ ഗോസ്റ്റ്. ഡോണ്ട് വറി, ജസ്റ്റ് റെസ്റ്റ് ഇൻ പീസ്. തൻ്റെ ആത്മകഥ ആരെയും കൊടുക്കാം. രാമൂർത്തി. ഹലോ സാർ, ഐ എം അഞ്ജലി. ഉവ്വ് മിസ്റ്റർ കെ പറഞ്ഞായിരുന്നു. അത് പ്രശ്നമില്ല, സാറിന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞാൽ മതി. കാഫ്ക. You know who my favorite Kafka character is? Joseph K. ഒരു കുറ്റവും ചെയ്യാതെ വിചാരണ ചെയ്യപ്പെട്ട നിർഭാഗ്യവാനായ ജോസഫ് കെ. ഞാൻ വെയിറ്റ് ചെയ്യാം. സാർ പറയുമ്പോൾ വീട്ടിൽ വന്ന് വെയിറ്റ് ചെയ്യാം. ബുക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ എന്തായാലും കുറേ അസൂയക്കാർക്ക് ഉണ്ടാവും. അതൊക്കെ നമുക്ക് നല്ലതാ. കുറ്റം പറയുന്നത് ഒരു പബ്ലിസിറ്റി അല്ലേ. പിന്നെ റിട്ടയർ ചെയ്യാൻ എനിക്ക് 4 മാസം കൂടെ ഉള്ളൂ. ആ സമയം നോക്കി വേണം ബുക്ക് റിലീസ് ചെയ്യാൻ. ചായ കുടിക്കാൻ. ജയിൽ പുള്ളികൾക്ക് വേണ്ടി ഞാൻ ഡിവൈസ് ചെയ്തിട്ടുള്ള വിവിധ സ്കീമുകളുണ്ട്. അതായിരിക്കണം എൻ്റെ പുസ്തകത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ആ സ്കീമുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഇല്ല. നിങ്ങളെപ്പോലെയുള്ള ജേർണലിസ്റ്റുകൾക്ക് പോലും അതറിയില്ല. ഇപ്പോൾ നീണ്ടകാലം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന തടവുകാർക്ക് വേണ്ടിയുള്ള പുനരധിവാസ പദ്ധതി. ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ പലർക്കും ഫേസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ സ്കീമിൻ്റെ പ്രസക്തി. ഉദാഹരണത്തിന് ഈ നിൽക്കുന്ന രാഘവൻ എത്രയോ വർഷങ്ങളായി ഇവിടെയാണ് കിടക്കുന്നത്. പുറത്തിറങ്ങിയാൽ അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനല്ല. രാഘവന് ഒരു ചെറിയ കച്ചവടം തുടങ്ങാനുള്ള സഹായം ചെയ്യാമെന്ന് ഒരു ബാങ്കുകാർ സമ്മതിച്ചിട്ടുണ്ട്. അയാൾക്ക് ജീവിച്ചു പോകാൻ അത് മതി. See, most of them are normal people like you and me. പെട്ടെന്നുണ്ടാകുന്ന ഒരു നിമിഷത്തെ ഭ്രാന്ത്, അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തിട്ടാ ഇവിടെ? ഡബിൾ ഹോമിസൈഡ്, 2 പേരെ കൊന്നു. അതും 2 സ്ത്രീകളെ. ഒന്നിവൻ്റെ ഭാര്യ, മറ്റൊരിവൻ ജോലി ചെയ്തിരുന്ന വീട്ടിലെ ഒരു മാർവാടി പെങ്കൊച്ച്. എക്സ്ക്യൂസ് മീ. തൽക്കാലം ഈ ബുക്ക് എഴുത്തിൻ്റെ കാര്യം ആരും അറിയണ്ട. രാഘവ, ആ ട്രെയിൻ എടുത്ത് വെച്ചോ. ഞാൻ ആരെയും കൊന്നിട്ടില്ല. 3 ടിക്കറ്റ് ഒന്ന് വെയിറ്റിംഗ് ലിസ്റ്റ്. ഓക്കെ ആയിട്ടോ? ശരി. എഴുതാനുള്ള മെറ്റീരിയൽസ് ഒക്കെ വീട്ടിൽ ഇരിക്കുക. ഒരു ദിവസം സൗകര്യമായിട്ട് ഇറങ്ങിയാൽ എല്ലാം എടുത്തു തരാം.
ഇപ്പൊ പോയ ആളുടെ പേര് രാഘവൻ എന്നല്ലേ സാർ പറഞ്ഞത്? അതെ, എന്തേ? അല്ല, അയാളിങ്ങനെ ഞാനാരെയും കൊന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോയി. അവൻ അങ്ങനെ കൊലപാതകയാണെന്ന് പറയുന്നത് മാത്രം അവൻ സമ്മതിച്ചു തരത്തില്ല. നമ്മളല്ലല്ലോ, കോടതിയല്ലേ പറഞ്ഞത് അവൻ കുറ്റക്കാരനാണെന്ന്. ജയിൽ റെക്കോർഡ് പ്രകാരം അവൻ 2 പേരെ കൊന്നിട്ടുണ്ട്. അവൻ ഈ നിപ്പും ഗൗരവമൊക്കെ ഉള്ളൂ, ആളൊരു പാവത്താനാ. നീയൊക്കെയാണടാ കിണറ്റിലെ തവളകൾ. നീയൊന്നും ലോകം കണ്ടിട്ടില്ലടാ. നീ എന്തൊന്നും ഉണ്ടാത്തത്? കായും കൂയും മാറിപ്പോതെ കുഞ്ഞിക്കണെന്ന് പറയാൻ പറ്റുമോ? പറ്റോടാ? അത് പോട്ടെ, കുന്തക്കാരും പത്രോസും ആരാന്ന് നിനക്കറിയോ? കുന്നിക്കൽ നാരായണൻ കേട്ടിട്ടുണ്ടോ? അതൊരു ആനയുടെ പേരല്ലേ? കേട്ടല്ലോ, കുന്നിക്കൽ നാരായണൻ ആനയാണ്. ആന ഏതാ പേന ഏതാന്നറിയത്തെ നീയൊക്കെയാ രാത്രി 9 മണിക്ക് കോട്ടും പാപ്പാസും ഇട്ട് ന്യൂസ് ലൈൻ എന്നും പറഞ്ഞ് നാട്ടുകാർ രാഷ്ട്രീയം പഠിപ്പിക്കുന്നത്. നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. പൊയ്ക്കോ. പോകട്ടെ. പോടാ. എന്റെ ചന്ദ്രജി, അവനെ വിട്. ദിവസം 1/2 മണിക്കൂർ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞാലല്ലേ അവന് അരി മേടിക്കാൻ പറ്റൂ. സാറിന് വേറെ ഒരു പണിയില്ലേ? വെറുതെ എന്തിനാ അവന്റെ തലയിലോട്ട് കയറുന്നിറങ്ങുന്നത്? ക്ഷുഭിത വാർദ്ധക്യമായി പോയില്ലേ, പ്രതികരിക്കാതിരിക്കാൻ പറ്റുമോ? നിന്നെ കുറച്ച് സ്ഥലം കൊണ്ട് കണ്ടിട്ട് എവിടെയായിരുന്നു? ഓ, ഒന്നുമില്ലെന്നേ, ചെറിയൊരു പരിപാടി. സ്വന്തം എഴുത്താണോ അതോ പതിവ് പോലെ വല്ലവർക്കും വേണ്ടിയാണോ? എന്റെ പൊന്നന്നിറ, ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോക്കോട്ടെ. വിട്. അഞ്ജലി, നിനക്ക് ഇനിയെങ്കിലും ഇതൊന്നും നിർത്തിക്കൂടെ? എന്ത് കാര്യത്തിനാ? നിങ്ങളൊക്കെ വലിയ പത്രക്കാർ ശമ്പളക്കാരൊക്കെ, ഇവൾക്കൊന്നുമില്ലല്ലോ. ഗോസ്റ്റ് എങ്കിൽ ഗോസ്റ്റ്. നീ ധൈര്യമായിട്ട് എഴുതിക്കോ. ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഈ പരിപാടി വിടുവോ? ഇവളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വീണ്ടും ഈ ക്രെഡിബിലിറ്റി ഇല്ലാത്ത പണി തന്നെ ചെയ്തോണ്ടിരിക്കും. ഇവക്ക് കാശ് മാത്രം മതിയല്ലോ. നിന്റെ പത്രാധിപരുടെ ആത്മഹത്യ എഴുതിയത് ആരാന്ന് നമുക്കൊക്കെ അറിയാം. അതുകൊണ്ട് ക്രെഡിബിലിറ്റിയെ കുറിച്ചൊന്നും പറയല്ലേ. ഈ കുടിൽ വ്യവസായമായിട്ട് പോയാലേ പലരുടെ വണ്ടി ഓടത്തുള്ളൂ. അതുകൊണ്ട് നീ എന്നെ വെറുതെ മാന്താ നിൽക്കണ്ട. സമാധാനായല്ലോ, വെറുതെ വേലിയിരുന്നതാ. അൽവറേ, നീ അവരടിച്ചേ, ആ ക്ഷീണങ്ങ മാറട്ടെ. സാരമില്ല, പോട്ടെ. നമ്മുടെ ജെയിംസ് ഇപ്പൊ എവിടെ ഉണ്ട്? അവനൊക്കെ രക്ഷപ്പെട്ടു പോയില്ലേ? ഇപ്പൊ മദ്രാസിലേതോ ആഡ് ഏജൻസിയില്ല. ഓ, പണിയായല്ലോ. ഒരു സർവീസ് സ്റ്റോറിയാ വന്ന് ചാടിയിരിക്കുന്നത്. കുറെ മെറ്റീരിയൽസ് ഉണ്ട്. വേറെ ഇപ്പൊ ആരാ ഉള്ളേ? ഒരു ഹെൽപ്പിന് ആളെയൊക്കെ കിട്ടും, പക്ഷെ നല്ല കാശ് കൊടുക്കണം. അല്ലെങ്കിൽ വല്ല ഒറീസക്കാരെയും വിളിക്കണം. അതൊക്കെ സഖാവിന്റെ പാർട്ടി സമ്മേളനത്തിന് ആളെ കൂട്ടാൻ വിളിച്ചാൽ മതി. ഇത് ഞങ്ങൾ പോയിക്കോളാം. ഓ, പാത്രം വായിക്കടോ. ആ വിട്ട്. ഇനിയിപ്പോ ആരെ കിട്ടും? അല്ലെ പിന്നെ നമ്മുടെ ആ സുരേഷ് ഉണ്ട്. മതിയോ? ചേച്ചി ജേക്കപ്പേട്ടനെ കണ്ടായിരുന്നോ? എടാ, നീ ആ കൊറിയർ അയച്ചു. എന്റെ മോഹന മാഷ ഞാനത് എപ്പോഴാ അയച്ചു. ചേച്ചി ജേക്കപ്പേട്ടനെ ആരുടെ തന്റെ ചേച്ചി? തന്നോട് ചേച്ചി എന്ന് വിളിക്കരുതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? അല്ലേച്ചി, സോറി മാഡം, 3 മാസത്തെ വാടക കൊടുക്കാണെന്ന് ജേക്കപ്പേട്ട പറഞ്ഞായിരുന്നേ, അതാ. ജേക്കബേട്ടന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇയാളാരാ? ജേക്കബേട്ടന്റെ കെട്ടിയോളൂ. സൂപ്രണ്ട് സാർ പറഞ്ഞിരുന്നു മാഡം രാഘവനെ ഇന്റർവ്യൂ വരുമെന്ന്. ഈ അപേക്ഷയൊക്കെ ഒരു സർക്കാർ ഫോർമാലിറ്റി. സാറിന്റെ ഓഫീസിലായിരുന്നെങ്കിൽ ഇതൊന്നും ഇല്ലാതെ തന്നെ രാഘവനോട് സംസാരിക്കായിരുന്നല്ലോ. ഇവിടെ ആയിരിക്കുമ്പോ രാഘവൻ കുറച്ചുകൂടെ ഫ്രീ ആയിരിക്കുമല്ലോ. അത് നേരാ. ഇത് ജയിലിനെ കുറിച്ചുള്ള ഫീച്ചറാണോ രാഘവനെ കുറിച്ചാണോ? നിങ്ങൾ പത്രക്കാരല്ലെങ്കിലും ഒന്നും വിട്ടു പറയത്തില്ലല്ലോ. സസ്പെൻസ് അല്ലേ? കുറച്ച് സസ്പെൻസ് ഒക്കെ വേണ്ടേ? കർത്താവേ, ഇത് കണ്ടോ? ഇത്രയും കൊല്ലത്തിനിടയിൽ രാഘവനെ കാണാൻ വരുന്ന ആദ്യത്തെ ആളാ മാഡം. ഇത്രയും കാലമായിട്ട് ആരും വന്നിട്ടില്ലേ? ആരും കാണാനും വന്നിട്ടില്ല, പരോളിലും പോയിട്ടില്ല, ആശുപത്രിയിലും കിടന്നിട്ടില്ല. അവൻ ഇവിടല്ലേ ഇഷ്ടം. 14 വർഷത്തുകൊള്ളൊന്നും ഇവിടെ ആരും കിടക്കാറില്ല. അവനോട് എത്ര വർഷമെന്നറിയോ? 20 വർഷം. അതെന്താ? അതാണല്ലോ രാഘവൻ.
തടവുകാരോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും അടുത്തുണ്ടായിരിക്കണം എന്നാ നിയമം. ഇതിപ്പോ സൂപ്പണ്ട് സാറിന്റെ കാര്യമുണ്ട്, കുഴപ്പമില്ല. അധികം താമസിക്കാതെ വിട്ടേക്കണേ. ആ ചെല്ലേ. ഞാൻ സൂപ്രണ്ട് രാമൂർത്തി സാർ പറഞ്ഞിട്ട് വന്നതാ. ആ ഞാനെന്ന് ഓഫീസിൽ വെച്ച് കണ്ടിരുന്നല്ലോ. സാറിൻ്റെ സർവീസ് സ്റ്റോറിക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഇങ്ങനെ നിന്നോണ്ട് സംസാരിക്കണോ അതോ ഇരുന്ന് സംസാരിക്കോ? ഇരുന്ന് സംസാരിക്കാം. ഞാനെന്നാ ചോദിച്ചോട്ടെ? ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സൂപ്രണ്ടിൻ്റെ ബെനിഫിറ്റ് സ്കീം വഴി താങ്കളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവാണല്ലോ. അതിൽ സന്തോഷമുണ്ടോ? പുതിയ ജീവിതം, പഴയ ജീവിതം അങ്ങനെയൊക്കെ ഉണ്ടോ? നമുക്കാകെ ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. പിന്നെ ഈ ജീവിതം എന്ന് പറയുന്നത് എന്തുവാ? മരണത്തിന് മുമ്പുള്ളൊരു വെപ്രാളം, അല്ല എന്താ? അതല്ല, ഇവിടുന്ന് പുറത്തിറങ്ങുന്നതിൽ എന്തായാലും സന്തോഷം ഉണ്ടാവുമല്ലോ. അതിന് എനിക്കിവിടെ സങ്കടമൊന്നുമില്ലല്ലോ. അതുകൊണ്ടാണോ കാലാവധി കഴിഞ്ഞിട്ടും പുറത്തു പോകാൻ ശ്രമിക്കാത്തത്? 20 വർഷമായില്ലേ? കുട്ടിക്കാലത്ത് നമ്മൾ വളരെ അകലെയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് കാണുമ്പോൾ അടുത്താണെന്ന് തോന്നാറില്ലേ? അതുപോലെ തന്നെയാ സമയം. എൻ്റെ ഈ പ്രായത്തിൽ 20 വർഷമെന്ന് പറയുന്നത് അത്ര നീണ്ട കാലമൊന്നുമല്ല. അല്ല, ഈ 20 കൊല്ലത്തിനിടയിൽ താങ്കളുടെ ആദ്യത്തെ വിസിറ്റർ ഞാനാണെന്നാണല്ലോ അവർ പറഞ്ഞത്. ഇതുവരെ ആരും കാണാൻ വന്നിട്ടില്ല അല്ലേ? പരോളിൽ ഇറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു. ആരെയും കാണാൻ താല്പര്യമില്ലാത്തോണ്ടാണോ? ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാനൊരു മടിയനാ, അത്രേ ഉള്ളൂ. ഇതെന്താ സാധനം? നമ്മൾ ഈ സംസാരിക്കുന്നത് പിടിക്കാൻ കൊണ്ടുവന്നതാ. റെക്കോർഡറാ. നമ്മുടെ വർത്തമാനം മാത്രമല്ലേ ഇത് പിടിക്കത്തുള്ളൂ, ചിന്തകളൊന്നും പിടിക്കത്തില്ലല്ലോ. ഹേയ് ഇല്ല. അല്ല, അങ്ങനെ ചിന്തകളൊക്കെ പിടിക്കുന്ന വല്ല യന്ത്രവും കണ്ടുപിടിച്ചിട്ടുണ്ടോ? എൻ്റെ അറിവിൽ ഇതുവരെ ഇല്ല. അതേതായാലും നന്നായി. എന്തും കണ്ടുപിടിച്ച് കളയുന്ന കാലമാണല്ലോ. പിന്നെ മറ്റൊരു കാര്യം, താങ്കൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, നിരപരാധിയാണെന്ന് പറയാറുണ്ടല്ലോ. നമ്മളൊരു സ്വിച്ച് ഇട്ടാ ഇരുട്ടുള്ളിടത്ത് വെളിച്ചമുണ്ടാക്കാൻ ഒരു ബൾബിന് കഴിയും. അതുപോലെ ഇതുപോലെ വെളിച്ചമുള്ളിടത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ ഇരുട്ടുണ്ടാക്കാൻ കഴിയുന്ന ബൾബ് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാണ്. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ ആരും കാണാത്ത ഒരു സത്യമുണ്ട്. ഏയ്, ഞാനങ്ങനെ പരാതി പറഞ്ഞതൊന്നുമല്ല. ഞാനൊരു പടം എടുത്തോട്ടെ? ഈ വെളിച്ചവും സത്യവും എന്നൊക്കെ പറയുന്നത് ഒരുപോലെയാണ്. രണ്ടിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. വേണമെങ്കിൽ തടയുകയോ മറച്ചു പിടിക്കുകയോ ഒക്കെ ചെയ്യാം. എന്നാലും അതില്ലാതാവുന്നില്ലല്ലോ, നമ്മൾ കാണുന്നില്ലെന്നല്ലേ ഉള്ളൂ. ഇത് മുഴുവൻ നമ്മുടെ മെറ്റീരിയൽസാ. ഇത്രയുണ്ടോ? ഇത്രയല്ല, ഇനിയുണ്ട്, തരാം.
തൽക്കാലം ഇത് കൊണ്ടുക്കോ. രുക്മിണി കിടച്ചാച്ചാ, ഞാൻ രാഘവനെ കണ്ടായിരുന്നു. அந்த பெட் பக்கத்துல ஒரு டிராய் இருக்குல்ல, அதுக்குள்ள பாரு. രാഘവൻ? അല്ല, ഞാൻ രാഘവനെ കണ്ടായിരുന്നു. എന്നിട്ട് അവൻ എന്ത് പറഞ്ഞു? രാഘവൻ സാറിന്റെ വലിയ ഫാനാണല്ലോ. സാറിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതല്ലേ ഞാൻ അവനെ കൂടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും എനിക്ക് വലിയ സഹായമാണ്. പുള്ളിക്കാരന്റെ വർത്താനമൊക്കെ ഒരു പ്രത്യേക രീതിയിലല്ലേ? അവൻ അങ്ങനെ പണ്ടേ വലിയ ഫിലോസഫിയാ. സെല്ലിലിരുന്ന് എന്തൊക്കെ എഴുതുന്നുണ്ടെന്നാ പറയുന്നത്. എന്താ എഴുതുന്നേ? വല്ല ആത്മകഥയോ വല്ലതും ആണോ? ഓ, ഞാൻ അതൊന്നും ചോദിക്കാൻ പോയിട്ടില്ല. ഇത് തന്നെ കോഫി റെഡി റെഡി. ബേസിക്കലി ഐ എം എ പോയറ്റ്. അതും കൂടി ഒരു ചാപ്റ്ററിലൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇത് പണ്ട് ഞാൻ എഴുതിയ കുറെ കവിതകളാ. അത് കറക്ഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങ് കയറ്റിക്കൊണ്ടാ മതി. ഇതും കൂടെ അങ്ങ് വെച്ചു, ഒരു ചിന്ന അഡ്വാൻസ്. അയ്യോ സർ, വേണ്ട. ഒരു നല്ല കാര്യം തുടങ്ങല്ലേ, ഇരിക്കട്ടെ. താങ്ക് യു. ഓക്കെ ഓക്കെ. സാർ, എനിക്ക് ആ രാഘവൻ എഴുതിയതൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ? അതെന്തിനാ? അതുകൊണ്ട് നമ്മുടെ ബുക്കിന് ഗുണമല്ലോ ഉണ്ടോ? ഒന്ന് കണ്ടാലേ പറയാൻ പറ്റൂ. അത് ഞാൻ അവനോട് പറയാം, പോരെ? എന്തെങ്കിലും എഴുതിയെന്ന് വെച്ച ഒരാളങ്ങനെ എഴുത്തുകാരനാകുമോ? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ എന്താ ഉദ്ദേശിച്ചത്? ഇങ്ങനെ ചോദ്യം ചോദിച്ചെന്നെ കുഴപ്പിക്കല്ലേ. ആ എഴുതിയതൊക്കെ ഒന്ന് വായിക്കാൻ കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് മൂർത്തി സാറിനെ കുറിച്ച് ഞാൻ അതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. വേണ്ട, എന്തായാലും സാറിന്റെ ബുക്കിൽ രാഘവൻ ചേട്ടനെ കുറിച്ച് എഴുതണമല്ലോ. അപ്പോൾ അതിന് സപ്പോർട്ടീവായി ആ എഴുതി വെച്ചതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ നല്ലതല്ലേ? എന്റെ രാഘവൻ ചേട്ടാ, ഒന്ന് സഹകരിക്കുക പ്ലീസ്. ഞാനതൊക്കെ വെറുതെ കുത്തിക്കുറിക്കുന്നേ ഉള്ളൂ, ആരെയും കാണിക്കാനൊന്നുമില്ല. ഞാനും ആരെയും കാണിക്കുന്നില്ല. അതുപോലെ ഒന്ന് വായിച്ചിട്ട് തിരിച്ചു തന്നേക്കാം. കുറ്റം ചെയ്ത ഒരാളെ ജയിലടയ്ക്കുന്നത് എന്തിനാണ്? അയാൾക്ക് പശ്ചാത്തപിക്കാനുള്ള അവസരം കൊടുത്ത് അയാളെ നന്നാക്കി എടുക്കാനാണോ, അതോ അയാളെ മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് സ്വയം സുരക്ഷിതമാകാനാണോ? തടവുകാരന് മനുഷ്യാവകാശമേ ഉള്ളൂ, പൗരാവകാശമില്ല. മനുഷ്യനെ ശിക്ഷിക്കാതെ പൗരനെ മാത്രം ശിക്ഷിക്കുമ്പോൾ മനുഷ്യനെങ്ങനെ മാനസാന്തരം ഉണ്ടാവും? സർ, ഓപ്പൺ പേജിനുള്ള ആർട്ടിക്കിൾ അയക്കണ്ടേ? അതിന് ഇനിയും സമയമില്ലേ? അല്ല, ഇന്ന് അയക്കണം. ഒരു കാര്യം ചെയ്യേ, ആദ്യം വർമ്മയ്ക്കൊരു മെയിൽ അയക്ക്. 20 സെക്കൻഡിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം മീറ്റിംഗ് ഫിക്സ് ചെയ്തോളാൻ പറ. ശരി സർ. ഗുഡ് മോർണിംഗ് സർ. അഞ്ജലി, വരൂ, ഇരിക്കും. ഞാനത് മുഴുവൻ വായിച്ചു. എന്തായുള്ള പേര്? രാഘവൻ. ദ ഗൈ ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ചിലത് വായിച്ചാൽ ഹൈക്കു ആണെന്ന് തോന്നും, ചിലത് കണ്ട സെൻ ബുദ്ധിസ് ആണെന്നും തോന്നും. എല്ലാത്തിൻ്റെയും കൂടി ഒരു മിക്സാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ചില കാര്യങ്ങളൊക്കെ അങ്ങേര് ഇന്റർപ്രട്ടിരിക്കുന്നത് കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും, അല്ലേ? എന്തായാലും ഒരു പോലീസുകാരൻ്റെ ആത്മകഥയിലെ ചെറിയൊരു പാരഗ്രാഫായി ഒതുങ്ങേണ്ട ആളല്ല അയാൾ. പ്രത്യേകിച്ച് ഇതുപോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളിൽ നിന്നും ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ലല്ലോ ഇത്. ജെനുവിനായ എഴുത്താണ്, ഒരു കള്ളത്തരമില്ല. യു ഷുഡ് യൂസ് ഹിം. അല്ല സർ, എൻ്റെ ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ... ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. എന്നും ഇങ്ങനെ വല്ലവരുടെയും പേരിൽ എഴുതി നടന്നാൽ മതിയോ? ഇത് നിനക്ക് കിട്ടുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന, എന്നാൽ 20 കൊല്ലമായി ജയിലിൽ കിടക്കുന്ന, വലിയ വിദ്യാഭ്യാസം പോലുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. ഏതൊരു ഇൻ്റലക്ച്വലിനെയും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള അയാളുടെ ചിന്തകളും കാഴ്ചപ്പാടുകളും. ഇങ്ങനെയൊക്കെയുള്ളൊരു കോമ്പിനേഷൻ കിട്ടുക അപൂർവമല്ലേ? യൂസ് ഹിം. ഡു യു ആൻ എക്സ്ക്ലൂസീവ് സ്റ്റോറി ഓൺ ഹിം. നമുക്ക് ഏതെങ്കിലും ഒരു നാഷണൽ മാഗസിനിൽ ഇത് പബ്ലിഷ് ചെയ്യാം. ഓപ്പർച്യൂണിറ്റീസ് ഡോണ്ട് കം നോക്കിംഗ് ട്വൈസ്. ലെറ്റ് മീ ട്രൈ സർ. ഗുഡ്. ഇതിൽ പ്രണയത്തെക്കുറിച്ച് എഴുതിയിരുന്നത് വായിച്ചോ? ഏതാ സർ? അല്ല, ഈ പ്രണയം വലിയ കുഴപ്പമില്ല, പക്ഷെ സാഷ്ടാംഗ പ്രണയം അത് മഹാകുഴപ്പമാണ്. നമ്മുടെ ചില ആശാന്മാർക്കുള്ള ഉപദേശ. ഇപ്പൊ കണ്ണാടി നോക്കുമ്പോൾ രാഘവൻ എഴുതി വെച്ചിരിക്കുന്ന ആ ഓർമ്മ വരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്ക്. ഇയാൾ ആളെ കൺഫ്യൂസ്ഡ് ആക്കുന്നൊരു വഹന. കണ്ണാടിയിൽ നോക്കുമ്പോൾ എൻ്റെ പ്രതിബിംബം എന്നെ തന്നെ നോക്കി അവിടെ നിൽക്കുന്നു. കണ്ണാടി വിട്ട് ഞാൻ പോരുമ്പോഴും അതവിടെ തന്നെ നിൽക്കുമോ, അതോ എൻ്റെ കൂടെ പോരും? ഏതായാലും ഞാൻ വീണ്ടും കണ്ണാടി നോക്കുമ്പോൾ അതവിടെയുണ്ട്, എന്നെ തന്നെ നോക്കി. ഞാൻ ആ നോട്ട്ബുക്ക് മുഴുവൻ വായിച്ചായിരുന്നു. നല്ല രസമായിട്ടുണ്ട്. പിന്നെ
ഞാനൊരു കള്ളത്തരം കാണിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ 1-2 പേരെ കാണിച്ചു. അവരൊക്കെ ആകെ അന്തം വിട്ടിരിക്കുക. അതെ, ഈ ഐഡിയാസ് ഒക്കെ എവിടുന്നാ കിട്ടുന്നേ? അങ്ങനെയൊന്നുമില്ല, വെറുതെ ഇരിക്കുമ്പോൾ ചിലത് തോന്നും. മറന്നു പോകാതിരിക്കാൻ എഴുതി വെക്കുന്നതേ ഉള്ളൂ. ചേട്ടനിങ്ങനെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ, പക്ഷെ സ്വന്തം കാര്യങ്ങൾ, അതായത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ഒരക്ഷരം പോലും എഴുതിയിട്ടില്ലല്ലോ. അതെന്താ? അതൊക്കെ എന്തിനാ എഴുതി വെക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പോട്ടാ മേലേക്ക് പോവാല്ലേ? നീയൊക്കെ പോയിട്ടാ ഞാൻ പോവുള്ളൂ, നായിന്റെ മോനെ. ചേട്ടാ കിട്ടിയോ? അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. പതുക്കെ മതി, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഓ, കുറച്ചങ്ങോട്ട് മാറിന്നേ. അറക്കൽ അഞ്ജലി, അറക്കൽ ബീവിയുടെ ആരാ? ബഗയിലൊരു അമ്മായിയായിട്ട് വരും. എന്നാ അമ്മായി ഇത് പിടിക്ക്. കഴിക്കമില്ല വേണോ? നല്ല കേസാ. വേണ്ട. എന്നാ പിന്നെ എന്റെ വീടിന്റെ അടുത്ത് 3 എണ്ണത്തിന് ഒരുത്തം കാച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിൽ 14 വിഷുവിന്റെ അന്ന്. അതാവുമ്പോ ടപ്പേന്ന് എടുത്ത് തരാൻ പറ്റും. അതായാലോ? എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞ കേസിങ് എടുത്ത് തന്നാ മതി. ഓ, അത് മാത്രം മതി, വേറെ ആരും കൊല്ലാത്ത പോലെ. ഇത് നോക്കട്ടെ. ഇതാണോ? ചേട്ടാ, നമുക്കൊന്ന് വഴി ചോദിച്ചിട്ട് പോയാലോ? ഈ പുള്ളിയുടെ നീ ചോദിക്കും. ചേട്ടാ, ഈ ഈപ്പൻ വക്കീലിന്റെ വീട് എവിടാ? ഡെക്കൻ ഏജൻസീസിന്റെ അടുത്താന്നാ പറഞ്ഞു. അതോ, ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് 3ാമത്തെ വീടാ. ഓ, താങ്ക് യു. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇവിടെ ആരുമില്ലേ? ആരാ? വക്കീൽ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. കേസാണെങ്കിൽ എടുക്കത്തില്ല. കേസല്ല, വക്കീലിനെ ഒന്ന് കണ്ടാ മതി. കേസാണെങ്കിൽ എടുക്കത്തില്ലേ? എന്നാ? ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ. എന്നാ കാര്യം? സംസാരിച്ചിട്ട് പെട്ടെന്ന് പോകണം. ബാ. എന്നാ വച്ചേ? എന്തുവാ? സാറിന് ഇയാളെ മനസ്സിലായില്ലേ? ഇത് രാഘവൻ. സാറ് പണ്ട് ഇയാളുടെ കേസ് വാദിച്ചിട്ടുണ്ട്. ഓ, കൊച്ചാ കണ്ണാടിഞ്ഞ് എടുത്തേ. രാഘവൻ, രാഘവൻ. ഇവൻ കൊച്ചിൻ്റെ ആരായിട്ട് വരും? എൻ്റെ ആരുമല്ല, ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഇയാളുടെ കേസ് റെഫർ ചെയ്യുന്നതാ. ഓ, ഇവൻ ഇപ്പം എവിടാ? ജയിലിൽ തന്നെ. കാലം കുറെ ആയല്ലോ, ഇതുവരെ ഇറങ്ങിയില്ലയോ? അല്ല, അതിനിപ്പോൾ ഞാൻ എന്നാ വേണം? അവനെ ഇറക്കണോ? ഞാൻ പറഞ്ഞേ കേസാണേലും എടുക്കത്തില്ലെന്ന്. അന്നാമ്മ വേറെ, തുണി വേറെ. അയ്യോ വക്കീലെ, ഇറക്കാൻ വന്നൊന്നുമല്ല. ആ കേസിന്റെ ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്തോ കാര്യങ്ങളാ? ആ, ഞാൻ ഈ രാഘവനെ ജയിലിൽ പോയി കണ്ടിരുന്നു. പുള്ളി ആരെയും കൊന്നിട്ടില്ലെന്നാണല്ലോ പറയുന്നേ. അവനിപ്പോഴും അങ്ങനെ തന്നെയാണെന്നോ പറയുന്നത്? ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എനിക്കെന്തിനാ വക്കീലെന്ന് പറഞ്ഞ പാർട്ടിയാ? കൊച്ചേ, നീ ആ ഫാൻ എന്നിട്ടെ. പക്ഷേ കേസ് അവസാനം കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് എന്നെ വന്നു. അതല്ല നടക്കത്തത്. പിന്നെ ചത്തതിലൊന്ന് ഇവിടെയുള്ളൊരു മാർവാടി കൊച്ചായിരുന്നു. ഇവൻ അവരുടെ ഡ്രൈവറായിരുന്നല്ലോ. ആ കേസ് നടക്കുന്നതിനിടയിലാണ് ഇവൻ്റെ ഭാര്യ ഇതുപോലെ 1 കൊല്ലം മുമ്പ് ചത്തതാണെന്നറിയുന്നത്. അതും ഇവൻ്റെ തലയിലായി. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ ന്യായം പഠിപ്പിക്കാൻ വരും.
ഏപ്പ് ഏതാണെന്ന് ചോദിച്ചോ കോപ്പ് ഏതാണെന്ന് ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ കൊന്നിട്ടില്ല എന്ന് വെറുതെ പറഞ്ഞുകൊണ്ടിരുന്ന കോടതി കേൾക്കുമോ? ദേ എൻ്റെ കുറ്റം കൊണ്ടല്ലേ കേസ് തോറ്റത്. തെളിവൊക്കെ അവനെതിരായിരുന്നു. കൊച്ചേ ഞാൻ വാക്സിൻ എടുത്തേ. വക്കീലേ, എന്തടിസ്ഥാനത്തിലാ ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്ന് രാഘവൻ എപ്പോഴും പറയുന്നേ? അവന് പിന്നെ വിചിത്രമായ ന്യായങ്ങളല്ലയോ. എൻ്റെ കാര്യങ്ങൾ എന്നെക്കാളും വേറെ ആർക്കും അറിയാൻ വയ്യല്ലോ. ഞാൻ പറയുന്നു ഞാൻ ചെയ്തിട്ടില്ല, ഇതൊക്കെയാ വാദം. അവൻ്റെ കൈയുടെയും കാലിൻ്റെയൊക്കെ പാടുണ്ടെന്ന ഫോറൻസിക് റിപ്പോർട്ട്. ഇതൊക്കെ തെളിവല്ലേ രാഘവ എന്ന് ചോദിച്ചാൽ തെളിവുണ്ടായിട്ടാണോ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കും. സത്യം ആർക്കറിയാം? ചത്തവരോട് പോയി ചോദിക്കാൻ പറ്റുമോ? കുമാര, ഇവനിപ്പോ പഴയ രാഘവനൊന്നുമല്ല. പെണ്ണുങ്ങളൊക്കെ കാണാൻ വന്നു തുടങ്ങി. ആര്? രാഘവേട്ടനെ? ശരിക്കൊന്നും എനിക്കോ കാണാൻ വരുന്നതേ നിസ്സാര പാർട്ടികളൊന്നുമല്ല, പത്രക്കാരാ. അവരോട് സി ബ്ലോക്കിലേക്കും കൂടി ഒന്ന് വരാൻ പറ. അവിടെ പുതിയൊരുത്തം വന്നിട്ടുണ്ട്. ആദ്യം ഭാര്യന്റെ വായിൽ ആസിഡ് വെച്ചു, പിന്നെ കൈയും കാലും കെട്ടിയിട്ട് മണ്ണെണ്ണ വെച്ച് കത്തിച്ചു. നമ്മളെപ്പോലെ ഒറ്റ കുത്തിന് തീർത്തിരുന്നെങ്കിൽ ആ പെണ്ണിന് വലുത് അറിയണമായിരുന്നു. കുമാര, നീ ചലക്കണ്ട, ചരച്ചാ മതി. അന്നേ രാഘവനും കൊണ്ട് ഒരു ചടാക്ക് ജീപ്പിലെ പോലീസുകാർ വന്ന് തെളിവെടുക്കാനേ ഞങ്ങളെല്ലാരും കൂടി കാണാൻ പോയിരുന്നു. ഇവൻ ഈ കൊന്ന പെണ്ണില്ലേ, അതൊരു ശ്വാസമുട്ടുകാരിയായിരുന്നു. അങ്ങനെ ചത്താന്നാ നാട്ടുകാരൊക്കെ വിചാരിച്ച്. അതുകൊണ്ടൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല. പിന്നെ അതൊക്കെ എന്നാ ആര് നോക്കാനാ? ചത്തു കുഴിച്ചിട്ടു. ആ വീട്ടിലിപ്പോ ആരുണ്ട്? ആ പെണ്ണിന്റെ അമ്മ മാത്രം. ഓൻ വന്ന് കയറിയപ്പോഴേ ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് കരുതിയതാ. അതിങ്ങനെയായി. രാഘവൻ പറയുന്നത് അയാൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാണല്ലോ. അതൊന്നും എനിക്കറിയൂല. രമണി മരിച്ച ദിവസം രാത്രിയിൽ ഓൻ ഇവിടെ ഉണ്ടായിരുന്നു. നേരം വെളുത്തപ്പോ പോവുകയും ചെയ്ത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഓൾ ജീവനില്ലാതെ കിടക്കുക. ഓനെ പിന്നെ ആളെ വിട്ട് വിളിപ്പിക്കുകയായിരുന്നു. മകള് മരിച്ച ശേഷം രാഘവനോട് വരാറുണ്ടായിരുന്നു? ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. എനിക്ക് ചിലപ്പോ പൈസ തന്നിട്ട് പോകും. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോ പോലീസുകാർ തിരക്കി എത്തി. ഓരാ പറഞ്ഞത് രാഘവനോളെ കൊന്നതാന്ന്. നമ്മുടെ ദേശീയ മുദ്രയായ അശോക ചിഹ്നത്തിൽ നാം കാണുന്നത് പരസ്പരം തിരിഞ്ഞു നിൽക്കുന്ന 3 സിംഹങ്ങളെയാണ്. എന്നാൽ ഇവർക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന മറ്റൊരു സിംഹമുണ്ട്. ആരും കാണാത്ത 4ാമത്തെ സിംഹം. സത്യമെന്നത് 4ാമത്തെ സിംഹമാണ്. ആരും അത് അന്വേഷിക്കുന്നുമില്ല, കണ്ടെത്തുന്നുമില്ല. സത്യമേവ ജയതേ.
സഹായിച്ച സംഭവം എങ്ങനെയോ ക്ലിക്കായിട്ടുണ്ടെന്ന് തോന്നുന്നു. വിളിക്കുന്നവരൊക്കെ ഏതായാലും വലിയ അഭിപ്രായമൊക്കെയാ പറയുന്നത്. ഞാനെന്നാ പിന്നെ വിളിക്കട്ടെ. ആ ഓക്കെ, താങ്ക്സ്. ഹലോ, യെസ് അഞ്ജലി. ഓക്കെ ഓക്കെ മാം, താങ്ക് യു ഓഫ് കോഴ്സ്. യെസ്, സോ കൈൻഡ് ഓഫ് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ. നിങ്ങൾക്ക് തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം. നിനക്ക് ഉത്തരം പറയേണ്ടത് ഞാനാ. രാവിലെ പോലെ പത്രക്കാരും ടി വിക്കാരും വിളിച്ചിട്ട് എന്ത് രാഘവൻ, എവിടുത്തെ രാഘവൻ, എന്താ അയാളെ വെളിവിടാത്തത് എന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. ഇനിയിപ്പോൾ മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നായിരിക്കും കോൾ വരുന്നത്. അല്ല സാർ, ഈ ചാനലുകാരൊക്കെ അവരുടെ കൗതുകം കൊണ്ട് വിളിക്കുന്നതായിരിക്കും. എനിക്കിതിൽ വലിയ കൗതുകം തോന്നുന്നില്ല. ഞാനിത് കുറേ കാലമായിട്ട് കാണുന്നതാ. നമ്മുടെ ബുക്കിൻ്റെ കാര്യം എന്തായി? എന്തേലും നടക്കുമോ? ഞാനത് എഴുതിക്കൊണ്ടിരിക്കുക സാർ. എന്താ എഴുതിക്കൊണ്ടിരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായി. അല്ല സാർ, നമുക്കതുടനെ തുടങ്ങാം. സാർ, ഞാൻ രാഘവന് വേണ്ടി ഒരു കോപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് കൊടുത്തോട്ടെ. Now you're a celebrity. Just try to make room to hit through the offside. Mumbai Indians haven't got to start again. ബാറ്റിംഗ് തുടങ്ങിയോ? പിന്നല്ലാതെ നിനക്കൊക്കെ ചുമ്മാ പാർട്ടി നടത്തിയാ പോരെ. ഈ കള്ളൊക്കെ ഇവര് വേണ്ടേ കുടിച്ചു തീർക്കാൻ. ഞാൻ ശശികുമാർ സാറിനെ ഒന്ന് പോയി കണ്ടു. അതാ ലേറ്റ് ആയത്. എന്നിട്ട് എന്ത് പറഞ്ഞു സാറ്? സാറിന് വളരെ ഇഷ്ടമായി, ഗംഭീരായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓ അതെ, ഗംഭീരായിട്ടുണ്ട്. ഇങ്ങനെ വേണം. ഇവിടെ കുറെ അവന്മാരുണ്ട്, മന്ത്രിമാരുടെ പുറകെ നടക്കുന്ന ജേർണലിസ്റ്റ് എന്നാ ഇത് അതിന്റെ മക്കളെ വിചാരം. അവന്മാരോടെ കണ്ടു പഠിക്കട്ടെ. നിന്റെ പ്രസന്റേഷൻ, അതിന്റെ ലാംഗ്വേജ് എക്സലന്റ്. ചന്ദ്രാജി അത് വായിച്ചോ? ഇല്ല, ബട്ട് ഐ ക്യാൻ സെൻസ് ഇറ്റ്. കണ്ടോ? പിന്നെ എന്താ അയാളുടെ പേര്? രാമേന്ദ്രൻ. ചന്ദ്രാജി രാമേന്ദ്രൻ അല്ല, രാഘവൻ. യെസ്, അത് തന്നെ, രാഘവൻ. വെരി ഇൻട്രസ്റ്റിംഗ്, അതും ഗംഭീരം. See, 1978 when Mrs. Gandhi was in Tihar jail. Hello, who's this? See, my name is Rajiv Thomas. I'm based in Mumbai. Actually, Mr. Shashikumar gave me your contact number. Okay. I work for this company called Green Orange, and basically we do book promotions. ഞാൻ നിങ്ങളുടെ ആർട്ടിക്കിൾ വായിച്ചു. വെരി ഇൻട്രസ്റ്റിംഗ്. കോൺഗ്രാറ്റ്സ്. താങ്ക് യു. I believe that this can be brought out as a very good book. It has the potential. And what we can do is, we can introduce you to a few prominent publishers. Will you be interested? Yes, of course. Okay. So, in that case, when can we meet? നമുക്ക് എന്ന് സംസാരിക്കാൻ പറ്റും? Any time. ഞാൻ ഫ്രീ ആണ്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. Okay. Then I will let you know. ഞാൻ വിളിച്ചിട്ട് വരാം. Thank you. Thank you. അതെ, ഗ്രീൻ ഓറഞ്ച് എന്നൊരു കമ്പനി അറിയാവോ? അതൊരു ലിറ്റററി ഏജൻസി അല്ലേ? എന്താ? അവിടുന്ന് ഒരു രാജീവ് തോമസാ വിളിച്ചേ. നമ്മുടെ രാഘവനെ ബേസ് ചെയ്തൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാന്നാ പറയുന്നത്. ഒത്ത വലുത് നടക്കും. ഏയ്, ഇത് നീ വിടണ്ട കേട്ടോ. ശരിക്കൊന്ന് പിടിച്ചോ. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അത് ഗംഭീരാവുന്നു. ദാസേ, ഇനിയെങ്കിലും ഒരെണ്ണടി. അതെ, എന്റെ ചന്ദ്രാജി, എനിക്ക് വണ്ടി ഓടിക്കാനുള്ളതാ. വഴി നിറച്ച് പോലീസാ. ഇത്ര കാലായിട്ട് ഇതൊന്നും അറിയില്ല ദാസേ. കടുവയെ കിടുവ പിടിച്ചാലും പത്രക്കാരെ പോലീസ് പിടിക്കില്ല. സത്യമാണോ? പിന്നല്ലാതെ. എന്നാ പിന്നൊരെണ്ണം അടിച്ചിട്ട് അങ്ങനെ പറ. നമ്മളൊരെണ്ണം ഒഴിക്കുന്നു, അടിക്കുന്നു, വീണ്ടും ഒരെണ്ണം ഒഴിക്കുന്നു, അടിക്കുന്നു, അത് തുടരുന്നു. അമ്മേ, ഇതെന്നടി നീ എഴുതിയത്? ഏതാണ്ട് വായിച്ചെന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് കറിയാച്ചൻ വിളിച്ചായിരുന്നു. നീ എന്നാ എഴുതിയേ? എഴുതിയതൊക്കെ വലിയ ഗടാഗടയും സംഭവങ്ങളാ. അതൊക്കെ പിന്നെ പറഞ്ഞുതരാം.
ഈ കറിയാച്ചനും അവറാച്ചനും ഒക്കെ വിളിക്കുമ്പോഴാണല്ലോ നമുക്കൊരു വില കിട്ടുന്നത്. ആ നിന്നെ ഇതൊക്കെ പഠിക്കാൻ വിട്ടപ്പോ കുറെ കുറ്റം പറഞ്ഞവരാ. ഇതൊന്നും അല്ല, ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ആ അതൊക്കെ വന്നോട്ടെ, ആദ്യം നീ ഇങ്ങോട്ടൊന്ന് വാ. എത്ര നാളായി നിന്നെ ഒന്ന് കണ്ടിട്ട്. അയ്യോ, ഈ ആഴ്ച എന്തായാലും നടക്കത്തില്ല, അടുത്ത ആഴ്ച നോക്കാം. വരുമ്പോ ഏതായാലും വീക്കിലി കൂടെ എടുത്തോണേ. നിനക്ക് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടൂടല്ലേ? അതങ്ങനെ ഇപ്പോൾ വലിയ താരമല്ലേ? ഓരോരുത്തരും എഴുതി വെച്ചിരിക്കുന്ന കണ്ടാൽ തോന്നും നിന്നെയൊക്കെ ഞാനിവിടെ പിടിച്ചു കെട്ടി വെച്ചിരിക്കുകയാണെന്ന്. നിനക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ? വേണമെങ്കിൽ നേരത്തെ പോകാറുന്നല്ലോ. ഹലോ, അത് പറ്റില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞതല്ലേ? ഇല്ല, നിന്നെ കാണാനാ ടി വിക്കാർ. അതൊക്കെ നീ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് കണ്ടാൽ മതി. അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ നോക്കിയോ. ഇനി സർക്കാർ ചെലവിൽ നിന്നെ ഇവിടെ തീറ്റി പോറ്റണമെന്ന് ഞാനിവിടെ ഒന്ന് ആലോചിക്കട്ടെ. വേണ്ട സാറേ, ഞാനിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാനാ? അതൊന്നും എനിക്കറിയണ്ട. നീ ഇനി ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. എവിടേക്കാന്ന് വെച്ചാൽ പൊക്കോ. അഞ്ജലി വേറെ ഏജൻസും പബ്ലിഷേഴ്സായിട്ടും സംസാരിച്ചിട്ടില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. ഗുഡ്. പക്ഷേ ഞങ്ങൾക്ക് 1-2 കണ്ടീഷൻസ് ഉണ്ട്. ഒബ്വിയസ്ലി ദ ബുക്ക് ഹാസ് ടു ബി ഇൻ ഇംഗ്ലീഷ്. യെസ്. ബട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ടാവും. അത് വളരെ പ്രധാനമാണ്. ഇതിലെ മാറ്റർ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ സ്കാറ്റേഡ് ആണ്. എല്ലാം അവിടെ ഇവിടെയൊക്കെയായിട്ട് കിടക്കുകയാണല്ലോ. ഇതൊക്കെ നമുക്കൊന്ന് ഓർഡറിലാക്കി എടുക്കണം. പിന്നെ ഇതൊരു ബുക്കാക്കി എടുക്കാനുള്ള വോളിയം ഇല്ല. ഇത്രയും പോരാ. അതൊക്കെ രാഘവനെ കൊണ്ട് നമുക്ക് എഴുതിക്കാം. ദാറ്റ്സ് നോട്ട് ആൻ ഇഷ്യൂ. പക്ഷേ രാഘവൻ ഇനി എഴുതേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല. പിന്നെ രാഘവൻ എഴുതേണ്ടത് അയാളുടെ ജീവിതമാണ്. അയാൾ ആരോടും വെളിപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണല്ലോ നിങ്ങളുടെ ആർട്ടിക്കിളിൽ പറയുന്നത്. അതാണ് അയാൾ എഴുതേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. അത് അഞ്ജലി അയാളെ കൊണ്ട് എഴുതിക്കണം. മാഡത്തിന്റെ ടി വിയിലൊക്കെ കണ്ടായിരുന്നു കേട്ടോ. ഈ രാഘവൻ ഇത്ര വലിയ പുള്ളിയാണ് നമ്മളറിയുന്ന ഇപ്പോഴാ. 24 മണിക്കൂർ ഇപ്പൊ വീക്കിൽ ഇതൊക്കെ കൊണ്ട് ഇരിപ്പ. ഇവനെ പിടിക്കാൻ ടി വിക്കാരൊന്നും വന്നില്ലല്ലോ. അത് സാറ് സമ്മതിക്കാഞ്ഞിട്ടല്ലേ? രാഘവ, ഹെഡ് മുമ്പ് അങ്ങ് എത്തിയേക്കണം. എന്നിട്ടത് വായിച്ചോ? ഇംഗ്ലീഷല്ലേ, പടവേ ഉണ്ടുള്ളൂ. രാഘവൻ ചേട്ടനങ്ങ് ഫേമസ് ആയി പോയിട്ടോ. ഇങ്ങനെ ഒരാളെ എവിടെ നീട്ടിന്ന് എല്ലാരും ചോദിക്കുന്നത്. അതെ, സാറിനെ കുറിച്ച് അതിനകത്ത് വല്ലതും മോശമായിട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല. എന്ത് പറ്റി? സാറിനോട് ഭയങ്കര ദേഷ്യത്തില. ഇനി ഇവിടെ നിൽക്കണ്ട, റിലീസാക്കി വിടാൻ പോകണമെന്ന് പറഞ്ഞു. അത് നല്ലതല്ലേ? കുറെ നാളായില്ലേ കിടക്കുന്നു. ധൈര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങ. പിന്നെ വേറൊരു കാര്യം, രാഘവൻ ചേട്ടൻ എഴുതിയതെല്ലാം കൂടി ഇംഗ്ലീഷിലൊരു പുസ്തകം പോവാ. പക്ഷെ കുറച്ചുകൂടെ എഴുതേണ്ടി വരും. ഇംഗ്ലീഷിലോ? മലയാളത്തിൽ എഴുതിയാൽ മതി, ഞാൻ ഇംഗ്ലീഷിലാക്കിക്കോളാം. അതിന് ഞാനങ്ങനെ ഒരു എഴുത്തുകാരനൊന്നും അല്ലല്ലോ. ഓ പിന്നെ, ഇതൊക്കെ രാഘവൻ ചേട്ടൻ തന്നെയല്ലേ എഴുതിയത്. അതൊക്കെ അങ്ങ് എഴുതി തന്നാ മതി. എന്താ വേണ്ടെന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അതെ, ഡൽഹിയിൽ നിന്നൊരു സ്ത്രീ വന്നായിരുന്നു, പത്രത്തിൻ്റെ ആളാന്ന് പറഞ്ഞു. അവർ തന്നതാ. പ്രിയ ജോസഫ്. ഇവരെപ്പോഴാ വന്നേ? ഇന്നലെ രാവിലെ. എന്തിനാ വന്നേ? എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അവരിനി വന്നാൽ കാണാനും മിണ്ടാനും ഒന്നും നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇങ്ങനെ പലരും വരും. അതെ, ആ റിലീസിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിന് വേണ്ടാന്ന് പറഞ്ഞ് സൂപ്രണ്ടിന്റെ കാല് പിടിക്കാനൊന്നും നിൽക്കണ്ട. അതങ്ങ് നടന്നോട്ടെ. എന്താ പേടിയുണ്ടോ? പേടിയുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ എങ്ങോട്ട് പോവാനാ? എൻ്റെ കൂടെ പോരുന്നു, അതിന് കുഴപ്പമുണ്ടോ? അല്ല, അതുകൊണ്ടല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ. ധൈര്യമായിട്ട് ഇറങ്ങ. ആരില്ലേലും ഞാനില്ലേ.
തനിക്കെന്താ ഇത്ര വലിയ ഗൗരവം? ഓ, പെങ്ങളുടെ മോളെ കല്യാണത്തിന് ഒരാഴ്ച ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറ്റില്ല എന്ന്. സ്വന്തം മോളാണെങ്കിലേ പരോളുള്ളൂ എന്ന്. അതിന് ഞാനിപ്പോൾ എവിടെ പോയി മാളുണ്ടാക്കാനാ? രാഘവേട്ടന് പിന്നെ അതൊന്നും വേണ്ടല്ലോ, പരോളും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ കിടന്നാൽ മതിയല്ലോ. എന്ന് ആര് പറഞ്ഞു? ഞാൻ പോവാ. എനിക്ക് റിലീസ് കിട്ടി. അത് ശരി. എന്നിട്ട് എങ്ങോട്ടാ പോണത്? അതൊക്കെ ഉണ്ട്. എന്ത്? എനിക്ക് മനസ്സിലായി, മാസികയിൽ പടം വന്നോണ്ടല്ലേ. മീശൊരിത്തിരി കുറയ്ക്കണോ? വേണ്ട, അവനവിടെ ഇരിക്കട്ടെ. ആ, അതെന്തിനാ ഇപ്പൊ താഴ്ത്തുന്നേ? AC ഇട്ടിരിക്കുക, പുറത്തൊക്കെ ഭയങ്കര പൊടിയാ. എന്താ ഒന്നും പിടികിട്ടുന്നില്ലേ? ഇല്ല, എല്ലാം ഒരുപാടങ്ങ് മാറിപ്പോയി. അത് പിന്നെ അങ്ങനല്ലേ. പണ്ടത്തെ പോലെയാണോ ഇപ്പോഴത്തെ രാഘവൻ ചേട്ടൻ? കംപ്ലീറ്റ് മാറിപ്പോയില്ലേ? അതെ, നമ്മളിത് എങ്ങോട്ടായി പോകുന്നു? ഇപ്പൊ എത്തും. വേണ്ട, ഞാൻ എടുത്തോളാം. ଫିଲ୍ମ ଦେଖିଥିଲେ ହେଲା, ବହୁତ ଭଲ ଲାଗୁଥିଲା ଯେ। ഇത് ഏതാ സ്ഥലം? കേറ് കേറ്. എങ്ങനെയുണ്ട്? മുറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇല്ലാതെ എങ്ങനെയാ? ആ ബാഗും പിടിച്ചങ്ങനെ നിൽക്കാതെ അവിടെ വിൽക്ക്. അതെ, ജയിലിൽ നിന്ന് കിട്ടിയ കാശ് എൻ്റെ കയ്യിലിരിക്കുക. അതിപ്പോ എന്താ ചെയ്യേണ്ടത്? ഞാൻ വെക്കണോ അതോ? അത് കയ്യിൽ വെച്ചാൽ മതി, വേണ്ടപ്പം ഞാൻ ചോദിച്ചോളാം. ശരി. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നാളെ രാവിലെ തൊട്ട് കൃത്യമായിട്ട് എത്തിക്കോളൂ. അതിനുവേണ്ടി പുറത്തേക്കൊന്നും ഇറങ്ങണ്ട.
ഇന്ന് രാത്രിയിലേക്കുള്ളത് ദേ ഇതിനകത്തുണ്ട്. ജയിലിലും അതുപോലെ രാത്രിയിലത്തെ ഭക്ഷണം വൈകിട്ട് തന്നെ ഇഞ്ഞ് തരും. ഓ അങ്ങനെയാണല്ലേ. അതെ, ഇന്നലെ ആ ബുക്കിൻ്റെ ആൾക്കാർ വിളിച്ചായിരുന്നു. ഉടനെ വേണമെന്ന് അവർ പറയുന്നു. നമുക്ക് സമയം കുറവാണേ. ആഞ്ഞെന്ന് പിടിച്ചാലേ തീർക്കാൻ പറ്റത്തുള്ളൂ. അതിനിപ്പോൾ എന്താ അല്ലേ, വേറെ പണിയൊന്നുമില്ലല്ലോ. ചുമ്മാ ഇരുന്നങ്ങ് എഴുതിയാൽ പോരെ. ദേ ആവശ്യത്തിന് കടലാസും പേനയൊക്കെ ഉണ്ട്. എഴുത്തിൻ്റെ കാര്യത്തിൽ ഒരു പിശുക്കും വേണ്ട. ഇഷ്ടം പോലെ അങ്ങ് എഴുതിക്കും. അല്ല, ഈ എഴുതുക എന്ന് പറയുമ്പോൾ ശരിക്കും ഞാൻ എന്താ എഴുതേണ്ടത്? രാഘവൻ ചേട്ടൻ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, സത്യത്തെ ഇല്ലാതാക്കാൻ പറ്റില്ല, മറച്ചു വെക്കാനേ പറ്റൂ, വെളിച്ചം പോലെ എന്നൊക്കെ. ഓർമ്മയുണ്ടോ? ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നാണല്ലോ ചേട്ടൻ എപ്പോഴും പറയുന്നേ. അങ്ങനെയാണെങ്കിൽ കുറ്റം ചെയ്തതാരാ? അല്ല, ആരെങ്കിലും ചേട്ടൻ ഈ കേസിൽ പെടുത്തിയതാണെങ്കിൽ അതാരാ? അതുമല്ല, ഇനി ആർക്കെങ്കിലും വേണ്ടി കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നതാണോ? അങ്ങനെയാണെങ്കിൽ അതാർക്ക് വേണ്ടിയാ? ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേട്ടൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. ആ കാര്യങ്ങളാണ് ഇനി പറയേണ്ടത്. അത് ചേട്ടൻ്റെ ഭാഷയിൽ കൂടെ ആവുമ്പോൾ സംഭവം സ്റ്റൈലാവും. 10-20 കൊല്ലം ജീവിതത്തിൽ നിന്ന് പോയത്. അത് പോയില്ലേ, ഇനി തിരിച്ചു കിട്ടുമോ? ഇതിനൊക്കെ നമ്മുടെ ജുഡീഷ്യറി ഉത്തരം പറയട്ടെ. അതുകൊണ്ട് ധൈര്യമായിട്ടങ്ങ് എഴുത്. ഞാൻ ഇറങ്ങട്ടെ. കഥ അടിച്ചേര്. രാത്രി ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉറക്കം വന്നില്ല. പുതിയ സ്ഥലമല്ലേ, അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ച് വന്നോളൂ. ആ അമ്മേ, ഞാനേ വേറൊരു സ്ഥലത്ത് നിൽക്കുക. എനിക്ക് മനസ്സിലായിന്നേ, ഇന്നലെ പറഞ്ഞല്ലേ? മനസ്സിലായി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അമ്മയാ എന്നെ ഉടനെ കെട്ടിച്ചടങ്ങുമെന്നും പറഞ്ഞിരിക്കുക. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയുണ്ട്, അനിയൻ ചെന്നൈയില, പിന്നെ കുറെ പശുവും കോഴി ആടും ഒക്കെ ഉണ്ട്. ആട്ടുംപാലിൽ നിന്ന് മോരുണ്ടാക്കാൻ പറ്റുമോ? ഏയ് ഒന്നുമില്ല, പാവപ്പെട്ടവരുടെ പശുവാണല്ലോ ആട്, അതുകൊണ്ട് ചോദിച്ചത്. അപ്പോൾ രാഘവൻ ചേട്ടാ, ഇന്നു മുതൽ നമുക്ക് എഴുതി തുടങ്ങാമല്ലോ. എന്നാ പിന്നെ കൈയോട് തുടങ്ങിക്കോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബോറടിപ്പിക്കണ്ടല്ലോ. എന്നാ ശരി. വാതിലടിച്ചേരാ. ഹായ് രാജീവ്, ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുമായിരുന്നു. എന്തൊക്കെയായി കാര്യങ്ങൾ? ഹൗ ഈസ് ആ ഹീറോ ഡൂയിങ്? ഹി ഈസ് ഫൈൻ രാജീവ്. പുള്ളി ഓൾറെഡി എഴുതി തുടങ്ങി. ദാറ്റ്സ് ഗ്രേറ്റ്. ഈ സ്പീഡ് തന്നെ പിടിക്കണം, എന്നാലേ നടക്കൂ. പിന്നെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ അറിയിക്കാം. ഒന്ന് മുംബൈ വരെ വരേണ്ടി വരും. ഓ ഷുവർ, ഐ ക്യാൻ കം എനി ടൈം. ജസ്റ്റ് ലെറ്റ് മീ നോ വെൻ. ഓക്കെ, എനിവേ ഗുഡ് ലക്ക്. ഹോപ്പ് ടു സീ യു സൂൺ. ഓക്കെ, താങ്ക് യു.
അവിടെ വന്ന്. എന്നാ നീ വന്ന്. എന്തിനാ? നിന്നെ ഒന്ന് കാണട്ടെ. നീ വന്നേ. എന്നാ? കുറച്ച് ദിവസമായി നിന്നെ ഒന്ന് പിടിക്കണമെന്ന് വിചാരിക്കുന്നു. നീ വാതിലെ പൊതിയും തൂക്കിട്ട് ചെങ്ങോട്ടായി ഓടുന്നത്. എനിക്ക് കടയിൽ പണിയുണ്ട്. നിന്റെ പേരെന്താ? പേരോ? പേര് KP അനിൽകുമാർ. സാറിന്റെ പേരെന്നാ? എൻ്റെ പേര് CK രാഘവൻ. നിന്റെ വീട് എവിടെ? ഞാൻ കടയിലാ കിടക്കുന്നേ. എടാ അങ്ങനെ അങ്ങ് പോകാതെ ഒരു കാര്യം പറയട്ടെ. എനിക്ക് കടയിൽ പണിയുണ്ടെന്നേ. ഇന്നലത്തെ കടലക്കറിക്ക് എന്നാ എരിവായിരുന്നു. അത് ഈ ദിവസം അങ്ങനെ. എന്റെ അൻവറെ നടക്കുന്ന പ്രശ്നമില്ല. ഓ ഞങ്ങളൊന്നും കണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചാരിത്രമൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ. പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് സ്വസ്ഥമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് പോയി ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പോലും അങ്ങോട്ട് പോകാറില്ല. ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകും. എന്തിന്? അല്ല, രണ്ടുപേരെ കൊന്നൊരാളെ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ലേ, അതാ. ഈ കൊന്ന കാര്യമൊന്നും അങ്ങേരുടെ മുന്നിൽ വെച്ച് പറഞ്ഞേക്കരുത്. എന്റെ മോഹനമാഷ് ഞാൻ പറയോ? എനിക്ക് ജീവനെ പേടിയില്ലേ? ഹലോ. ആ സാർ. സാർ ഞാൻ ഓഫീസിലേക്ക് വരാം. എഴുതാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അതിനുവേണ്ടി ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല സാർ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു വർക്ക്. രാഘവൻ ഇപ്പോൾ എവിടെയുണ്ട്? സാർ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല സാർ. അതെന്താ? നിങ്ങളല്ലേ അവനെ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോയത്? അല്ല സാർ, എന്തോ ബന്ധുക്കളെ കാണാൻ എന്നൊക്കെ. ഓ, അവനിപ്പോൾ പുതിയ ബന്ധുക്കളൊക്കെ ആയോ? ആ ശരി. ഉറങ്ങുവല്ലേ? നീ അതവിടെ വെച്ചേക്ക്. എന്നാടാ? ഒട്ടും കടലേ. അതെ, സാറിന് ജോലിയൊന്നും ഇല്ലേ? ഞാൻ കുറച്ച് ദിവസത്തേക്ക് അവധിയാ. ഇവിടെ TV ഇല്ലല്ലേ? ഞങ്ങളുടെ കടയിലുണ്ട്. ഇത് ആരാ പടവാടാ? ഇതോ? ഇത് വലിയ DYFIക്കാരനാ. ഇവനെ ഇവിടെ ഭക്ഷണം കൊടുത്തിരുന്നേ. എടാ, ഇത് വലിയ എഴുത്തുകാരനാ. നീ ഭക്ഷണം കൊടുത്തിട്ട് പെട്ടെന്ന് പൊക്കോണം. സാറിനെ വെറുതെ ശല്യം ചെയ്യരുത്. ഞാൻ പോവാ. എഴുത്തൊക്കെ എവിടം വരെയായി? ഇത്രയും ദിവസമായിട്ട് ഇതെന്നാ ഒന്നും എഴുതിയില്ലേ? അത് എങ്ങനെ എഴുതണം, എവിടെ തുടങ്ങണം എന്നൊക്കെ. രാഘവൻ ചേട്ടാ, എവിടെയെങ്കിലും തുടങ്ങിയാ പോരെ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണേ നമുക്ക് മാറ്റാമല്ലോ. അങ്ങനെ മതിയല്ലേ? പിന്നല്ലാതെ. പിന്നെ ഞാൻ മുംബൈ വരെ ഒന്ന് പോവുക. നമ്മുടെ ബുക്കിന്റെ ആൾക്കാരുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. അവരുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതൊക്കെ ഞാനായിരിക്കും. കുഴപ്പമില്ലല്ലോ? അത് മതി. അങ്ങനെയാണേല് ഈ കടലാസിലൊന്ന് ഒപ്പിട്ട് തന്നേക്ക്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അപ്പോഴത്തേക്ക് എഴുതുമല്ലേ? അപ്പൊ ഞാൻ ധൈര്യമായിട്ട് പൊക്കോട്ടെ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? എനിക്കൊരു ചെറിയൊരു നല്ല ജോലി വേണമായിരുന്നു. എടാ, നീ പോകുമ്പോ വേസ്റ്റ് ഒന്നും ഉണ്ടേ കളഞ്ഞേക്കണം. കഥ എഴുതുകയല്ലേ? അതെ. എന്നാ സിനിമയ്ക്കാണോ? സിനിമയ്ക്കല്ല, ചേച്ചിക്ക. സിനിമയ്ക്കാണ് എൻ്റെ പറ്റിയൊരു കഥയുണ്ട്. ഇറങ്ങിയ സൂപ്പറാ. ഇറങ്ങിയില്ലെങ്കിലും അതൊക്കെ നമുക്ക് ഇറക്കാം. പറയട്ടെ? പറയട്ടെ? പറയടാ. ഒരു വലിയ കപ്പൽ, അതിലിങ്ങനെ മോഹൻലാൽ വരുവാ. രാത്രിയാണേ. മോഹൻലാൽ ഇങ്ങനെ വരുവാ. ചുറ്റും മെഴുകുതിരി കത്തിച്ച് വെച്ചേക്കുവാ. അതെങ്ങനെയാടാ? കാറ്റത്ത് മെഴുകുതിരി കെട്ടുപോകത്തില്ലയോ? എന്നാ പിന്നെ ഞാൻ കഥ പറയുന്നില്ല, ഞാൻ പോവാ. വാക്കൂടെ പറഞ്ഞിട്ടൂടാ. തന്നെ ഇരുന്നങ്ങ് എഴുതിയാ മതി. എനിക്ക് കടയിൽ പണിയുണ്ട്. ഞാൻ വേസ്റ്റ് എടുത്തിട്ട് പോണേ.
I've gone through the whole thing. There is no doubting about your abilities in doing it well. We are all very impressed. Thank you. Now, look, Anjali, we have confidential information that Blackbird is coming out with a series on a few interesting criminal minds serving time in prison. Arun Mehra, you know? Probably he will edit it. Show her the dossier. Yes, sir. We need to crack this before they do. Our book should hit the market before theirs if it has to make any business sense. You've told her about the timeline? Yeah. Well, that's going to be one non-negotiable clause in the contract. The timeline. The final manuscript has to reach us within 30 days of signing the contract and at least 2 chapters by 2 weeks. There is absolutely no chance that anyone has any access to him. I'm pretty certain no one can. He's safe in my custody. Locked up, huh? സാറേ മെഴുകുതിരി വേണ്ട, ബൾബ് മതി. ബൾബാകുമ്പോ മോഹൻലാലിനേക്കാൾ നല്ല ദുൽഖർ സൽമാനാ. അതാരാ? ഓ പിന്നെ സാറിന് അറിയാൻ പാടില്ലാത്ത പോലെ. നീ പറ. ദുൽഖർ സൽമാൻ ഇങ്ങനെ വരുവാ. അപ്പോഴ് രാത്രിയാ കേട്ടോ. ദുൽഖർ സൽമാൻ ഇങ്ങനെ വരുവാ. അപ്പൊ കരയിലൊരു ചേച്ചിന്ന് പാട്ട് പാടും. ആര്? ജയഭാരതി? അതാരാ? ഓ, നിനക്കറിയാൻ മേലാത്ത പോലെ. എന്നാ ശരി, ആ ചേച്ചി ഇരുന്ന് പാട്ട് പാടുവാ. പാട്ട് കേട്ടിട്ട് ദുൽഖർ സൽമാൻ കരച്ചിൽ വരും. അത്രയ്ക്ക് ബോറാണോ പാട്ട്? പോട്ടെ പറ. അപ്പൊ ശരി, ദുൽഖർ സൽമാൻ ഇങ്ങനെ കരയുവാ. ഇയാള് കുറെ നേരമായല്ലോ കരയുന്നു. അല്ലാതെ പിന്നെ രാത്രിയാണേ. എടാ, രാത്രിയായാലും പകലായാലും നിന്റെ കഥയ്ക്കൊരു ഗുണപാഠമുണ്ട്. ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറയരുത്. ആമേ, ഞാൻ എയർപോർട്ടിൽ നിന്ന് വന്നോണ്ടിരിക്കുക. പോയ കാര്യമൊക്കെ ശരിയായി. ഇല്ല, ആരും വിളിച്ചില്ല. ഈ അമേരിക്കയിൽ വരുന്ന പാർട്ടീസിനൊന്നും 5 പൈസയുടെ വിവരം കാണത്തില്ല. സാരില്ല, ഞാൻ സഹിച്ചോളാം. എൻ്റെ അമ്മയെ ആദ്യം അയാളൊന്ന് അമേരിക്കയിൽ നിന്ന് വരട്ടെ. ഇതന്നെ സേവനമാരാണോ? അങ്ങനെയൊന്നുമില്ല, ചുമ്മാ ചുക്കിലടിച്ച് കളഞ്ഞതാ. ചൂലൊക്കെ അവിടെ വെച്ചിട്ട് ഐശ്വര്യമായിട്ട് ഇതൊന്ന് മേടിച്ചേ. ഇത് ഒരുപാട് കാശുണ്ടല്ലോ. അഡ്വാൻസാ. ഒരു പുരുഷായുസ് മുഴുവൻ ജയിലിൽ കിടന്ന് ഇത്രയും കിട്ടുമോ? സ്ത്രീകളുടെ ആയുസിന്റെ കാര്യത്തിലും പുരുഷായുസ് എന്നാ പറയുന്നല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ബാങ്കിലൊരു അക്കൗണ്ട് തുടങ്ങി ഇതങ്ങിട്ടേക്കട്ടെ. ഓ, ആയിക്കോട്ടെ. ഇവിടെ ഇരുന്ന കടലാസൊക്കെ എവിടെ? അത് തൂത്ത് വൃത്തിയാക്കിയപ്പോ ഞാനെടുത്ത് ഇവിടെ വെച്ചു. അല്ല, എഴുതിയതൊക്കെ എവിടെ? എഴുതാൻ പറ്റിയില്ല. ഒന്നും എഴുതിയില്ലേ? ഞാൻ നോക്കി, പക്ഷേ അന്നത്തെ കാര്യങ്ങളും സ്ഥലവും സമയവും പിന്നെ ചില പേരുകളും എല്ലാം കൂടെ കുഴഞ്ഞു മറിഞ്ഞ് ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ചേട്ടാ, വേണമെന്ന് വിചാരിച്ചാൽ ശരിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മളോടൊന്ന് മനസ്സ് വയ്ക്കണം. അതുകൊണ്ടല്ല. സത്യം പറഞ്ഞ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും എഴുതി കാണുമെന്ന് പ്രതീക്ഷിച്ചു. അല്ല, ഞാനത് വേറെ ഒന്നും കൊണ്ടല്ല. നമുക്കിനി ഒട്ടും സമയമില്ല. അവർ പറഞ്ഞ സമയത്ത് തീർത്തു കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തതും ഈ അഡ്വാൻസ് വാങ്ങിയതും ഒക്കെ. ആഹാ, ബോംബെ നിന്നാ വന്ന്? ഞാൻ വിചാരിച്ചു നീ ആ വഴിക്ക് അങ്ങ് വിട്ടുപോയി കാണും. അതായിരുന്നു ഭേദം. ചേട്ടാ, ഒരു ബ്ലാക്ക് കോഫി, സ്ട്രോങ്. എന്താണ്, ടെൻഷനാണോ? കുറച്ച് കുഴപ്പത്തില്ല. നമ്മുടെ സാർ എന്തെങ്കിലും ഒന്ന് എഴുതണ്ടേ? ഇതുവരെ തുടങ്ങിയില്ലേ? എവിടെ? ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്ത് കാശ് മേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. സമയത്തിന് തീർത്ത് കൊടുക്കണ്ടേ? എൻ്റെ അഞ്ജലി, വല്ല DC-യും കറണ്ട് ബോക്സൊക്കെ ആണെങ്കിൽ നമുക്ക് പറഞ്ഞു നിൽക്കാം. ഇതൊക്കെ വലിയ അപ്പന്മാരാ. അവർ നിന്നെ അങ്ങ് വിഴുങ്ങും. നീ എങ്ങനെയെങ്കിലും അയാളെ കൊണ്ടൊന്ന് എഴുതിക്കാൻ നോക്ക്. ഇയാൾ എന്താ ഈ പറയുന്നത്? എഴുതാന്നൊക്കെ പറയുന്നുണ്ട്. പിന്നിപ്പോ എന്താ പ്രശ്നം?
എന്ത് പ്രശ്നം? 4 നേരം ഫുഡ് കിട്ടും, താമസിക്കാൻ മര്യാദയ്ക്കൊരു മുറിയുണ്ട്, അതുപോലെ. അങ്ങനെയല്ലല്ലോ, നീ കുറെ കൂടെ തന്ത്രപരമായിട്ട് അയാളെ ഹാൻഡിൽ ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യം നടക്കുകയില്ല. രാഘവൻ ചേട്ടാ, ഇയാളിത് എവിടെ പോയി? അയാൾ എന്തെങ്കിലും ആവശ്യത്തിന് താഴേക്ക് വല്ലതും പോയതായിരിക്കും. എന്താ ആവശ്യം? എന്തെങ്കിലും കാര്യം കാണുന്നേ. എന്ത് കാര്യം? ഇവിടുത്തെ ആ പയ്യനില്ലേ? ഓനെന്ത് ലീവാണല്ലോ. അല്ല, മോളിൽ താമസിക്കുന്ന രാഘവൻ സാർ ഇങ്ങോട്ട് വന്നായിരുന്നോ? മൂപ്പരും ഇവിടുത്തെ ചെക്കനും കൂടി പുറത്തേക്ക് ഇറങ്ങി. ആ ചെറുക്കനെ കണ്ടപ്പോഴേ കുഴപ്പമാണ് എനിക്ക് തോന്നിയത്. അവനാ അയാളെ ചീത്തയാക്കുന്നത്. പിന്നെ ചീത്തയാക്കാൻ പറ്റിയ പ്രായമാണല്ലോ അയാളുടെ. നീ ചുമ്മാ അതും പറയാം. ആ മുറി ഇറങ്ങി പോകരുതെന്ന് 100 തവണ ഞാൻ പറഞ്ഞു. അയാൾ കുറച്ച് ദിവസമായില്ലേ ആ മുറിക്കകത്ത് തന്നെ കിടക്കുന്നു. അയാളൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരട്ടെ, ഒന്ന് കറങ്ങി നല്ല ശുദ്ധവായു ഒക്കെ ശ്വസിച്ച് വരുമ്പോൾ ആളൊന്ന് ഫ്രഷ് ആവും. എന്നാലും ഇയാൾ ഇത് എവിടെ പോയിരിക്കുന്നു? അയാളുടെ കയ്യിൽ കാശും ഇല്ല, പോകാനൊട്ട് സ്ഥലവും ഇല്ല, തിരിച്ചിങ്ങോട്ട് തന്നെ വരും. കണ്ടു? സാറേ എന്നാ? എടാ, നിനക്കറിയോ ഇവിടെ ഇങ്ങനെ പണ്ടൊരു പാലം ഉണ്ടായിരുന്നു. അതിപ്പോ എന്തി? അതാ ഞാനും ആലോചിക്കുന്നത്. വല്ല കള്ളന്മാരും കൊണ്ടുപോയായിരിക്കും. അതെ, നമുക്കൊരു ഷാർജ ഷേക്ക് കുടിച്ചാലോ? ഓ, അതിനെൻ്റെ കാശൊന്നുമില്ല. അത് സാറിന് ജോലിയൊന്നും ഇല്ലായിട്ടല്ലേ? എൻ്റെ കാശ് അല്ല, ഈ കഥ എഴുതിയ കാശൊന്നും കിട്ടത്തില്ലേ? ഓ, സിനിമയ്ക്കാണെങ്കിൽ കിട്ടും കേട്ടോ. ഇതൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? അത് ഞാൻ TV കണ്ടതാ. എന്നാ പിന്നെ നമുക്ക് ഷാർജ കുടിക്കാൻ പോവാം. ആയിക്കോട്ടെ. എടാ, നിന്റെ കഥയിലെ കപ്പലിന് വരാൻ ഈ കടൽ മതിയാവും. ഓ, ആ കഥ ഞാൻ മാറ്റി. ഇപ്പൊ ധനുഷ പള്ളിക്കകത്ത് നിറച്ചും മെഴുകുതിരി എത്തിച്ചു വെച്ചേക്ക. അത് മതി. അപ്പൊ പിന്നെ കാറ്റ് വന്നാലും കിടത്തില്ല. ഇന്നാണ് ഞാനിവിടെ വന്നപ്പോ അവിടെ ഷൂട്ടിങ് നടക്കുവായിരുന്നു. നമ്മള് വിചാരിച്ച പോലെ ഇതെവിടെ പോവാ? ഏയ്, നമ്മുടെ ജ്യൂസുകൾ അവിടെ. സാറേ നിക്ക് സാറേ, സാറേ. ഇനി ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഇന്ന് എഴുതാം, നാളെ എഴുതാന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ എത്ര ദിവസമായി? ഇതെന്താ ഒരു വരി പോലും എഴുതാത്തെ? എനിക്കറിയാം കാര്യം, തുടങ്ങാനുള്ള മടി, വേറൊന്നുമല്ല. ഒരു കാര്യം ചെയ്, ചേട്ടനോടെ വന്നിരുന്നേ. വാ, ഇവിടെ ഇരിക്കും. ഇരിക്ക്. ദേ, ഈ പേനയും കുടിച്ചേ. ഇനി ഇവിടെ ഇരുന്ന് ഒരു വരി എങ്കിൽ ഒരു വരി അങ്ങ് എഴുതിക്കേ. ഇനി എഴുതാൻ തുടങ്ങിയിട്ടേ ഞാൻ പോന്നുള്ളൂ. ഇതെന്നെ ഈ നോക്കിയിരിക്കുന്നേ, അങ്ങ് തുടങ്ങ്.
സാറേ, ഇന്നുച്ചയ്ക്ക് ബിരിയാണി ഉണ്ട്, വേണമെങ്കിൽ ഇപ്പം പറയണം. അതെന്താ വേണ്ടേ? ഇന്നാള് വേണമെന്ന് പറഞ്ഞിട്ട് ഇതെന്നെ ഒന്നും മിണ്ടാതെ. വേണോ വേണ്ടേന്ന് ഇപ്പൊ പറയണം, എനിക്ക് കട പണിയുണ്ട്. അയ്യോ, നീ ഇവിടെ നിന്നേ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താൽ മതി, വേറെ പരിപാടിയൊന്നും വേണ്ടെന്ന്. അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീ സാറിനെ വിളിച്ച് കറങ്ങാൻ പോയതോ? ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. ഭക്ഷണം കൊടുക്കുക, പൊക്കോളുക. എന്നാ പോ. എന്തായി? ഞാൻ എഴുതിക്കോളാം. എന്നാ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്യ. പക്ഷേ എന്ത് പക്ഷേ? എന്റെ രാഘവൻ ചേട്ടാ, എന്തെങ്കിലും എഴുതി കിട്ടിയിട്ട് വേണ്ട എനിക്ക് എന്റെ ജോലി തുടങ്ങാൻ. ഇതൊക്കെ ഇംഗ്ലീഷിലാക്കണം, എഡിറ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെ പണിയുണ്ടെന്നറിയോ? എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. അതിനിടയ്ക്ക് ഞാനിവിടെ വരരുത്, ബുദ്ധിമുട്ടിക്കരുത് എന്നല്ലേ? ശരി, ഞാൻ വരാതിരിക്കാം, അങ്ങനെ നോക്കാം. പക്ഷെ ഇനി ഞാൻ വരുമ്പോ എന്തെങ്കിലും എഴുതിയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. എന്നാ ഞാൻ പൊക്കോളാം. ആഹാ, പുതിയ കാറൊക്കെ മേടിച്ചാ? പുതിയതൊന്നുമല്ലേ എടുത്തി, സെക്കൻഡ് ഹാൻഡാ. എന്താ ഈ മുട്ടുവേദനയൊക്കെ? ആ കൊച്ചല്ലേ പറഞ്ഞത് ഏതാണ്ട് പെരട്ടാൻ കൊണ്ട് തരാന്ന്. അയ്യോ സോറി, ഇനി വരുമ്പോ കൊണ്ടുതരാം. അപ്പോഴേക്കും എന്റെ മുട്ടുണ്ടായ മതിയായിരുന്നു. നീ എന്തോന്ന് കഴിക്കാത്തെ? വിശപ്പില്ലേ? ഏയ്, നിനക്ക് എന്നാ പറ്റിയേ? വന്നപ്പോൾ മൂലെ മോൻ വെറുപ്പിച്ചോണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങോട്ട് നോക്കിയേ. എന്നാ കല്യാണക്കാര്യം പറഞ്ഞോണ്ടാണോ? അതൊന്നുമല്ല. നിനക്കിത് എന്നാ കാശ് വല്ലതും വേണോ? എൻ്റെ അമ്മ എൻ്റെ ജോലിയുടെ ഓരോ പ്രശ്നങ്ങളാ. അതൊന്നും പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെ വലിയ പ്രശ്നമുള്ള ജോലിയാണ് അങ്ങ് വേണ്ടാന്ന് വെച്ചേക്കണം. മനുഷ്യന്റെ മനസ്സമാധാനമല്ലേ വലുത്. ഇതൊക്കെയാ ഞാൻ ഇങ്ങോട്ട് വരാത്തത്. വരുമ്പോ തൊട്ട് തുടങ്ങിക്കോളൂ. നീ ഇപ്പോൾ ഉടനെ അങ്ങോട്ട് ഓടിപ്പടിച്ച് പോകുമൊന്നും വേണ്ട. വെള്ളിയാഴ്ച നമ്മുടെ മോളിയുടെ കൊച്ചിന്റെ മാമോദിസയ. അതൊക്കെ കൂടി കുറച്ച് ദിവസം ഇവിടെ നിന്ന് മിടുക്കിയായിട്ട് പോയാൽ മതി. But where's the matter? Not even the first draft has reached us. According to you, she's busy writing. Is she working for somebody else? Sir, have been trying to reach her, but there is no response. That's not my concern. The first round of publicity is already out. Now there is no going back. I need an answer. This is really strange. അവന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അവൻ അവന്റെ വഴിക്ക് പോയി. ഞാൻ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ആലോചിച്ചതാ. പിന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ഓർത്ത് പേടിച്ച് വേണ്ടെന്ന് വെച്ചു. സാർ എന്നാ ചെന്നൈയിൽ നിന്ന് വന്നത്? അതെന്നല്ല ഉച്ചയ്ക്ക് ഇന്ത്യൻ എയർലൈൻസ്. അയ്യോ സാറ്. സാർ കുറച്ചു നേരമായോ വന്നിട്ട്? ഇപ്പൊ വന്നേ ഉള്ളൂ സാർ. ഇരിക്കൂ. അഞ്ജലി, ഞാൻ വരാൻ പറഞ്ഞത് കഴിഞ്ഞ ദിവസം രാജീവ് തോമസ് വിളിച്ചിരുന്നു.
അയാൾ വിളിച്ചിട്ട് അഞ്ജലി ഫോൺ എടുക്കുന്നില്ല, മെയിലിനൊന്നും റിപ്ലൈ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ച് ദിവസം നാട്ടിലായിരുന്നു. നാട്ടിലാണെങ്കിലും ഫോൺ അറ്റൻഡ് ചെയ്യാലോ. അയച്ചു കൊടുക്കാന്ന് പറഞ്ഞ മാറ്ററൊന്നും കൊടുത്തില്ലേ? അത് സർ, രാഘവൻ്റെ ഭാഷയൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് അയക്കാമെന്ന് വിചാരിച്ചു. അതാ. അഞ്ജലി, ഇങ്ങനെയുള്ള കോർപ്പറേറ്റ്സുമായി ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. അവർക്ക് ഇത്തരം എക്സ്ക്യൂസസ് ഒന്നും ബാധകമല്ല. ദേ ആർ ഓൺലി ലുക്കിംഗ് ഫോർ റിസൾട്ട്സ്. നമ്മുടെ സൈഡിൽ നിന്ന് കോൺട്രാക്ട് വയലേഷൻ ഉണ്ടായാൽ പിന്നെ സംസാരിക്കുന്നത് അവരുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. ആ സ്റ്റേജ് വരെ ഒന്നും കാര്യങ്ങൾ എത്തിക്കരുത്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല സർ. ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ല, പിന്നെ രാഘവൻ എങ്ങനെ ഹാപ്പിയാണോ? അതെ സർ, പുള്ളിക്കാരൻ വർക്കിൽ നല്ല ഇൻവോൾവ് ആണ്. ദാറ്റ്സ് എ വെരി ഗുഡ് സൈൻ. മാസികയിലൊക്കെ വന്ന CK രാഘവൻ പുറത്തിറങ്ങിയല്ലേ? ഞാൻ വായിച്ചായിരുന്നു. കാണാൻ പറ്റിയതിന് വലിയ ഭാഗ്യം കേട്ടോ. നമുക്കൊരു 5 മിനിറ്റ് ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട വേണ്ട, എനിക്ക് പോകണം. വായിച്ചപ്പോ തൊട്ട് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ഇതൊട്ടും പ്രതീക്ഷയല്ലേ കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇരുന്നൊരു ചായ കുടിച്ചിട്ട് പോവാം. ഒരു ഓട്ടോ പിടിക്കാം. ഓട്ടോ 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 ഓട്ടോ. നിക്ക് നിക്ക് സാർ വന്നേ. സാർ കേറ് കേറ്. വണ്ടി തറവാട്ടിലേക്ക് വിട്ടോ. സാർ ഇരിക്കും. എൻ്റെ ഒരു ഭാഗ്യം. പോട്ടെ പോട്ടെ. സാറ് വന്നേ. ഹലോ. ഇതാരാന്ന് മനസ്സിലായി? അയ്യോ, ഇതിപ്പോ എവിടെന്നാ? വാ, ഇരിക്കേ ഇരിക്കേ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാ. സാർ ഇരിക്കും. ഇരുന്നാട്ടെ. ഞാനത് വായിച്ചായിരുന്നു. ഭയങ്കര സംഭവം കേട്ടോ. ഉഷാറായിട്ടുണ്ട്. നമുക്ക് എന്നാ പറയണ്ടേ സാറേ? ചേട്ടാ, എനിക്കൊന്നും വേണ്ട. അങ്ങനെ പറയല്ലേ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഒരു ബിയറെങ്കിലും. ഞാൻ ബിയറൊന്നും കഴിക്കാറില്ല, റമ്മ മതി. അത് മതി. ഒരു JK പൈന്റ്. ചെറിയ കശുവണ്ടി കിട്ടൂ. ഓ ചേട്ടാ, ഒരു പാക്കറ്റ് കശുവണ്ടി. ഈ ജയിൽ എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് അല്ലേ? അത് നിങ്ങൾക്ക് വെളിയിൽ നിൽക്കുമ്പോൾ തോന്നുന്ന. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി ചുമ്മാ കിടന്നു നോക്കും. അയ്യോ വേണ്ട വേണ്ട വേണ്ട, ആലോചിക്കുമ്പോൾ തന്നെ പേടി. ജയിലിൽ പോകുന്നതിന് മുമ്പ് എഴുതിയിട്ടുണ്ടോ? ഈ എഴുത്തെന്ന് പറയുന്നത് ജയിൽ ശിക്ഷയുടെ ഭാഗമൊന്നും അല്ലല്ലോ. ഈ എഴുതാൻ പറ്റുക എന്നൊക്കെ പറയാം വലിയൊരു ദൈവാനുഗ്രഹ. ഞാൻ ഒത്തിരി നോക്കിയതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് വരത്തില്ല. ലൈറ്റായിട്ടൊരു ചില്ലി ചിക്കൻ പറയട്ടെ. വേണ്ട വേണ്ട. ആടെ ജയിലിൽ ഫേസ്ബുക്ക് കിട്ടുമല്ലേ? പിന്നെ അവിടെ എല്ലാ ബുക്കും കിട്ടും. ആണല്ലേ? ഇത് ഞാൻ കഴിക്കല്ലേ? എന്റെ സാറ് എങ്ങനെ കഴിച്ചിരുന്ന ഒരുത്തനാണെന്നോ, ഇപ്പൊ കല്യാണം കഴിച്ച് ഷെഡിൽ കയറി. ഭാര്യ പേടിയാ. അതാണോ കാര്യം? ഏയ് അതൊന്നുമല്ല. കുടുംബത്തിൽ വെറുതെ കച്ചറ ഉണ്ടാക്കാണ്ടല്ലോ എന്ന് കരുതി തൽക്കാലം ഒന്ന് അടങ്ങിയതാ. പേടിച്ചിട്ടുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് മഹാപൗറ. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കും. ആണായാലും പെണ്ണായാലും അതിന് നിന്ന് കൊടുക്കരുത്. അപ്പൊ ഇത്ര നാൾ സ്വാതന്ത്ര്യം ഇല്ലാതെ ജയിലിൽ കിടന്നതോ? ഇതാണ് കുഴപ്പം. നമ്മൾ സ്വാതന്ത്ര്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതാണ് കാര്യം. നിങ്ങൾ കാണുന്ന സ്വാതന്ത്ര്യമായിരിക്കില്ല എൻ്റെ സ്വാതന്ത്ര്യം. നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് ചിലപ്പോൾ പറിച്ചു മാറ്റേണ്ടി വരും. അതിനല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വീട്ടിൽ നടന്ന കുടുംബകലഹം, സമൂഹത്തിൽ നടന്ന വിപ്ലവം. ക്യൂബയിലായാലും കുടുംബത്തിലായാലും വിപ്ലവം നടന്ന ചോര വീഴും. അപ്പോ സാറിന് തടസ്സമായിട്ട് നിന്നതൊക്കെ അല്ലേ പറിച്ചു മാറ്റിയത്? മനസ്സിലായില്ല. അല്ല, അത് ആ രണ്ടുപേരെ കൊന്ന കാര്യമില്ലേ, അതാ ഈ പറയുന്നേ.
ആര് കൊന്നു? നിങ്ങൾ കണ്ടോ? ആരെങ്കിലും കണ്ടോ? അറിയാൻ പാടാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കരുത്. ഞാൻ ആരെ കൊന്നിട്ടില്ല. സാർ, രാഘവൻ സാർ, ഒന്ന് പറഞ്ഞോട്ടെ സാറേ. സാറേ പോലെ സാറേ, ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. രാഘവൻ ചേട്ടാ, രാഘവൻ ചേട്ടാ, അവക്കിപ്പോ ആ രാഘവനെ മാത്രം മതിയല്ലോ. തൻ്റെ ഇടപാടായതുകൊണ്ടാ. അല്ലാതെ എനിക്ക് അവളെ ഡീൽ ചെയ്യാൻ അറിയാമായിട്ടൊന്നുമല്ല. താനൊന്ന് സമാധാനപ്പെടാം. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. വേറെ ഒരു പണിയും കിട്ടിയില്ലെങ്കിൽ എന്താ പിന്നെ ജേർണലിസ്റ്റ് ആയേക്കാം എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ പെണ്ണുങ്ങളുണ്ട്. ഇതൊക്കെ ആ വർഗത്തിൽപ്പെട്ടായിരിക്കും. എനിവേ, യു ഡോണ്ട് ഗെറ്റ് അജിറ്റേറ്റഡ് അബൌട്ട് ദീസ് തിങ്സ്. ലെറ്റ് മീ ഹാൻഡിൽ ഇറ്റ്. ഗുഡ് ഈവനിങ് സർ. അഞ്ജലി പഠിച്ച ഏത് ജേർണലിസം സ്കൂളിലെന്നാ പറഞ്ഞത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. എന്താ സർ? അവിടെ ആരും ഈ പ്രൊഫഷണൽ എത്തിക്സ് എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല അല്ലേ? ഒരു വർക്ക് ഏറ്റെടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലാതെ അതിലും വലുത് കാണുമ്പോൾ അതിൻ്റെ പുറകെ പോവുകയല്ല വേണ്ടത്. ആൻഡ് യു ഡു സംതിങ്. യു ആർ ഇൻസൾട്ടിങ് മിസ്റ്റർ രാമൂർത്തി ആൻഡ് യു ആർ ഇൻസൾട്ടിങ് മീ. അല്ല സർ, ഞാനത് ചെയ്തോളാം. ചെയ്താൽ കൊള്ളാം. അല്ലെ പോലീസുകാരല്ലേ, അവർ ചെയ്തോളൂ. ഉന്മൂലന സിദ്ധാന്തത്തോടും പണ്ടേ എനിക്കിഷ്ടമല്ല. എന്ന് വെച്ച് ഞാൻ പൊളിറ്റിക്കലല്ല. എനിക്കറിയാം. ഞാനൊരു വയലന്റ് ഗാന്ധിയനും നോൺ വയലന്റ് നക്സലൈറ്റുമാണ്. സത്യത്തിൽ ഈ നെഹ്റുവിയൻ. യെസ്. ഈ അഞ്ജലി അറയ്ക്കൽ. അഞ്ജലി അറയ്ക്കൽ? അഞ്ജലി ഒന്ന് കാണാമെന്നാ. ഇവിടെ ഉണ്ടോ? ഓ, അഞ്ജലി അറയ്ക്കൽ. ഓ, താങ്ക്സ്. ഓ, അപ്പോൾ ഞാനിവിടെ നിർത്തിയത്. ഓ, എസ്കേപ്പ്. ഓ, ഈ സ്ഥലം കണ്ടുപിടിക്കാൻ കുറെ പാടുപെട്ട് കേട്ടോ. പുറത്തൊരു ബോർഡ് പോലും വെച്ചിട്ടില്ലല്ലോ. അയ്യോ, എന്നെ മനസ്സിലായില്ലേ? അമ്മച്ചി പറഞ്ഞില്ലായിരുന്നോ? ചാക്കോച്ചൻ അമേരിക്കയിലുള്ള. ആ, എനിക്ക് തോന്നി. അത് തന്നെ. ഇത് സ്ഥലം കൊള്ളാലോ. ഇവിടെ എന്നാ സെറ്റപ്പ്? ചായക്കടയാണോ അതോ കള്ള് ഷോപ്പാണോ? എല്ലാം ഉണ്ട്. ഇത് ഞങ്ങൾ ജേർണലിസ്റ്റുകൾ ചുമ്മാ കൂടുന്ന സ്ഥലം. ഓ, ഒരു അഡ്ജസ്റ്റ്മെന്റ് സെറ്റപ്പ് അല്ലേ? ഫ്രീഡം ഓഫ് ദ പ്രസ്. വല്ല ഐസ്ക്രീം പാർലറിലോ കോഫി ഷോപ്പിലോ കാണാന്ന് പറഞ്ഞിരുന്നേ മഹാ പൈങ്കിളി ആയി പോയനെ. ഇതേതായാലും നന്നായി. പെണ്ണ് കാണാൻ പറ്റിയ ആംബിയൻസാ. ഒരു കാപ്പി പറയട്ടെ? അയ്യോ, ഞാൻ കാപ്പിയും ചായൊന്നും കുടിക്കുകയല്ല. അയ്യോ എന്റെ പൊന്നങ്ങളെ, ഞങ്ങള് കുറച്ച് കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. ഓക്കെ, യു ക്യാരി ഓൺ. ഇതേതാ പാർട്ടി? ചന്ദ്രാജി, പഴയൊരു ഡൽഹി ജേർണലിസ്റ്റാ. രാവിലെ തന്നെ തുടങ്ങുമല്ലേ? ഓ, പുള്ളിക്കാരൻ അങ്ങനെ. ഇപ്പൊ പണിയൊന്നുമില്ലേ? ഇതൊക്കെ തന്നെ പണി. കൊള്ളാം, ഇങ്ങനെ വേണം. 50 വയസ്സാകുന്ന അന്ന് ഞാനും ജോലി രാജിവെച്ചിട്ട് ഇതുപോലെ രാവിലെ തന്നെ കള്ളടി തുടങ്ങും. പിന്നെ ഒരു പണിക്കും പോത്തില്ല. ബെസ്റ്റ് അല്ലേ? അമേരിക്കയിൽ എന്നാ പരിപാടി? നാസയിൽ സയന്റിസ്റ്റ് എന്നൊക്കെയായിരുന്നു ഉദ്ദേശം. പക്ഷെ അത്രയ്ക്ക് ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു IT കമ്പനിയിൽ അങ്ങ് ചേർന്നു. ഇനി ഇവിടെ എത്ര ദിവസം കൂടെ ഉണ്ട്?
ഞാൻ 22-ാം തീയതി പോവും. അപ്പൊ അതിനു മുൻപ് ആരെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം അല്ലേ? അങ്ങനെ ആരെങ്കിലും ഫിക്സ് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല. നമുക്കും ഇല്ലേ നമ്മുടേതായ കണ്ടീഷൻസ്. വീട്ടിൽ കാശ് വേണം, ആ നല്ല മീൻകറി ഉണ്ടാക്കണം, ആ ഞായറാഴ്ച കുർബാന മുടക്കരുത്, ഇതൊക്കെയല്ലേ കണ്ടീഷൻസ്? ഇതൊന്നുമല്ല. നമ്മളെ ഒരു പോകുന്ന പോക്കിന് ഓളത്തിന് കൂടെ കൂടാൻ ഒരാളെ കിട്ടണം. കൂട്ടത്തിൽ കുറച്ച് ബുദ്ധിയും കൂടെ ഉണ്ടെങ്കിൽ ജീവിതം വലിയ പ്രശ്നമൊന്നുമില്ലാതെ അങ്ങ് ഓടിക്കോളും. ഈ കാശും കരിസ്മാറ്റിക്കൊക്കെ ഉള്ള കക്ഷികളാണെങ്കിലേ നമ്മൾ പെട്ടുപോകും. ഞാനിപ്പോ ഇതിലേതിലാ പെടുന്നേ? ഇതിലേതിലാന്ന് ചോദിച്ചാ, ഇങ്ങനൊരു കൊച്ചുണ്ട്, അഞ്ജലി എന്നാ പേര്, ജേർണലിസ്റ്റാന്നൊക്കെ പറഞ്ഞൊരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ ആ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു. കക്ഷി കൊള്ളാലോന്ന് തോന്നി. എന്നാൽ പിന്നെ നേരിട്ടും കണ്ടു കളയാന്ന് വെച്ചു. അപ്പോഴാ നിങ്ങളുടെ CK രാഘവന്റെ ആർട്ടിക്കിൾ ഞാൻ കാണുന്നത്. ഈ രാഘവൻ ആള് ഞെരുപ്പാ കേട്ടോ. എന്നതാ അടുത്ത എഴുത്തു പരിപാടി? അതാ രാഘവനെ കുറിച്ച് തന്നെയാ. പുള്ളിക്കാരനെ ഇതുവരെ വിട്ടില്ലേ? നിങ്ങൾ വായിച്ച CK രാഘവൻ അയാളുടെ യഥാർത്ഥ കഥ പറയാൻ പോവാ. ജനം ചിലപ്പോ ഞെട്ടും. അപ്പൊ പുസ്തകം ഇറങ്ങിയ പിന്നെ പിടിച്ചാ കിട്ടുകയല്ല. അത് ചിലപ്പോ സംഭവിച്ചെന്നിരിക്കും. ഒരു മിനിറ്റ്. Good morning. I guess you are too busy to take my calls. Look, I'm so sorry. I didn't mean to offend you. It's fine. നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കണോ അതോ വെളിയിൽ എവിടെയെങ്കിലും പോകണോ? ഇവിടെ ഇരുന്നാ പോരെ? ഫൈൻ. This way. Please. See, there are a few issues. ഒന്നാമത് നിങ്ങളുമായിട്ട് ഒരു കോൺടാക്റ്റും പോസിബിൾ അല്ലാത്തൊരവസ്ഥയാണ്. ദാറ്റ് യു ഓൾസോ നോ. അതുകൊണ്ടാണല്ലോ എനിക്ക് നേരിട്ട് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. നൗ ടെൽ മീ, ആർ യു റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ദ പ്രൊജക്ട് ഓർ നോട്ട്? അതോ വേറെ ഏതെങ്കിലും പബ്ലിഷേഴ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തീരുമാനിച്ചോ? Why should I do that? Maybe for better money? I don't know. Now listen to me carefully. ഇന്ത്യയിലെ പല ജയിലിൽ കിടക്കുന്ന 10 പ്രിസണേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ബുക്കാണല്ലോ ബ്ലാക്ക് ബേർഡ് പ്ലാൻ ചെയ്യുന്നത്. അവരുടെ ബുക്കിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? നിങ്ങളുടെ രാഘവനെ കുറിച്ച്. They have already started working on it. I don't know if you know this lady called Priya Joseph. She's from Delhi. മലയാളിയാ. അവർ രാഘവനെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അത് നടക്കില്ല. He's still with me. ഓക്കെ, അതുകൊണ്ടും പ്രശ്നം തീരുന്നില്ല. നിങ്ങൾ ഇതുവരെ എഴുതിയതൊന്നും അയച്ചു തന്നിട്ടില്ല. See, ഞാനത് ഉടനെ ചെയ്തോളാം. Don't worry about it. I am worried. നിങ്ങൾ കുറച്ചു കാലമായാലും ഇത് തന്നെ പറയുന്നു. How can I trust you? ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനകം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ പറ്റിയില്ലെങ്കിൽ അറിയാലോ, you will have to face a lot of music. Okay? Have to go now. Have a nice time. ആളൊരല്പം ചൂടിലാണല്ലോ പോയത്. അടി കൊടുക്കേണ്ട കേസാണോ? അത് ഈ ബുക്കിന്റെ ടൈം ഒരു അതെ, ഈ രണ്ടുപേര് സംസാരിക്കുന്നത് ഓവർ ഹിയർ ചെയ്യുന്നത് അത്ര ശരിയല്ലാത്ത ഏർപ്പാടാണെന്ന് അറിയാം. എന്നാലും ആവശ്യമില്ലാത്തൊരു ക്യൂറിയോസിറ്റി, അതുകൊണ്ട് ശ്രദ്ധിച്ചു പോയതാ. അഡ്വൈസ് ചെയ്യാണെന്ന് വിചാരിക്കില്ല. ഞാനൊരു കാര്യം പറയാം. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാൽ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് പോകാം. ഈ ആവശ്യമില്ലാത്ത ഭാരമൊക്കെ എടുത്ത് തലയിൽ വെച്ചാലേ മനസ്സും ശരീരവും ഒക്കെ അങ്ങ് സിക്കാവും. അതുകൊണ്ട് വേണ്ടെന്ന് തോന്നി അങ്ങ് വിട്ടേക്കണം. ബാക്കി നമുക്ക് നോക്കാന്നേ. Hey, what about a drink, young man? ഒരെണ്ണം അടിച്ചാലോ? ആദ്യം 50 വയസ്സാവട്ടെ, എന്നിട്ട് രാവിലെ തൊട്ട് തുടങ്ങാം.
അത് മതിയല്ലേ? അത് മതി. എന്നാ പിന്നെ അങ്ങ് ഉറപ്പിച്ചാലോ? ഉറപ്പിച്ചു. ഇതാ നമ്മുടെ കഥാപാത്രം. ഒന്ന് വായിച്ചു നോക്ക്. ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. പേനയ്ക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അപ്പൊ അതല്ല കാര്യം. എന്നാ പിന്നെ കുറച്ചുകൂടെ സൗകര്യമൊക്കെയുള്ള AC ഒക്കെയുള്ളൊരു മുറിയിലേക്ക് മാറിയാലോ? അഞ്ജലി, ഞാൻ ആ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇത് നടന്നില്ലെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ഞാനാ. നിങ്ങൾക്ക് കോടതിയും ജയിലൊന്നും പേടിയില്ലായിരിക്കും. എനിക്ക് കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് പറയുന്നതാ. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോൾ എന്നാ പറഞ്ഞത്? ഞാനിരിക്കുന്നതാ കുഴപ്പം, ഞാൻ പോയാലങ്ങ് എഴുതും എന്നൊക്കെയല്ലേ? എന്നിട്ട് നിറച്ചെഴുതി വെച്ചിരിക്കുകയാണല്ലോ. ഇനി ഞാനിവിടെ അങ്ങ് ഇരിക്കാൻ പോവാ. നിങ്ങളെ കൊണ്ട് എഴുതിച്ചിട്ടേ പോകുന്നുള്ളൂ. എനിക്കങ്ങനെ ആരും കാവലിരിക്കണമെന്നൊന്നുമില്ല. ഓ, അതൊക്കെ നല്ല ശീലമുള്ള ആളല്ലേ? അഞ്ജലി, നീ ഒന്ന് നിർത്തിക്കേ, മതി പ്ലീസ്. ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയോ? 7 ദിവസം. 6 ദിവസം കൊണ്ട് ലോകം മുഴുവൻ സൃഷ്ടിച്ച് 7-ാം ദിവസം വിശ്രമിച്ചെന്ന. അതുകൊണ്ട് വേണമെന്ന് വെച്ച സമയമുണ്ട്. അതിന് ഞാൻ ദൈവമൊന്നുമല്ലല്ലോ. ദൈവമാണോ പിശാചാണോ എന്നൊക്കെ നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അഞ്ജലി, നീ ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് സംസാരിക്കട്ടെ. തൽക്കാലം ഇത്രയും സംസാരിച്ചാൽ മതി. മനസ്സിലാവത്തില്ല. നീ ഒന്ന് താഴെ പോയി നിന്ന്, ഞാൻ വന്നോളാം. അതെ, അവള് നല്ല ടെൻഷനില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ. ഒന്നും വിചാരിക്കരുത്. ഇനി ഒരാഴ്ച കൂടെ ഉണ്ടല്ലോ. ചേട്ടൻ ശ്രമിച്ചാൽ നടക്കും. ഇതിപ്പോ നോവലൊന്നും അല്ലല്ലോ, അറിയാവുന്ന കാര്യങ്ങളല്ലേ. തുടങ്ങ്. നമുക്കെല്ലാവർക്കും കൂടി ഇന്ന് ശരിയാക്കിയെടുക്കാം. നടക്കും. നീ എന്ത് മോശമായിട്ടാണ് അയാളോട് സംസാരിച്ചത്? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അയാളുടെ ഉള്ള കോൺഫിഡൻസ് കൂടെ പോവല്ലേ ഉള്ളൂ. പിന്നെ ഞാൻ എന്നെ ചെയ്യണം? പോയി അയാളുടെ കാല് പിടിക്കണം? അതോ ഇനി പോയി സോറി പറയണം? വേണേൽ അതും ചെയ്യാം. പക്ഷെ എന്റേതായി പോയില്ലേ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും താല്പര്യമില്ലാത്ത ഒരാളെ വിളിച്ചുകൊണ്ടൊന്ന് വേറൊരു ജയിലിൽ അടയ്ക്കുക, എന്നിട്ട് അയാളോട് എഴുതെന്ന് പ്രഷറൈസ് ചെയ്യുക. ഇതെന്നെ കളയോ മരംവെട്ടോ പോലുള്ള പണി വല്ല വേണോ? ഇയാൾ വലിയ ചിന്തകനാ, ക്രിയേറ്റീവ് കക്ഷിയാന്നൊക്കെ നീ തന്നെയല്ലേ എഴുതി വെച്ചത്. അങ്ങനെയുള്ള ഒരാളുടെ മാനസികാവസ്ഥയോട് ഒരു മിനിമം മര്യാദയെങ്കിലും കാണിക്കണം. അല്ലാതെ കോൺട്രാക്ട്, ഡെഡ് ലൈൻ എന്നൊക്കെ പറഞ്ഞ് നീ ഇപ്പൊ കാണിക്കുന്ന ഒരുമാതിരി കങ്കാണി സ്വഭാവം ഉണ്ടല്ലോ. മഹാബോറ. ആ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഫ്ലാറ്റിലുണ്ട്. എന്നാ? അതെ, രാഘവൻ എവിടെ, അഞ്ജലി എവിടെയെന്നൊക്കെ ചോദിച്ചൊരു ഡൽഹിക്കാരി പെണ്ണ് ഇവിടെ ചുറ്റിക്കറങ്ങുന്നുണ്ടല്ലോ. ഏതാ കക്ഷി? പ്രിയ ജോസഫ് ആണോ? ജോസഫാണോ ജേക്കബാണോ എന്ന് ഞാൻ ചോദിച്ചില്ല. പേര് പ്രിയ എന്നാ. അതാ മുറി. താങ്ക് യു. രാഘവൻ എന്നെ മനസ്സിലായോ? 2 ദിവസമായി ഇവിടെ എത്തിയിട്ട് ഇന്നാ സ്ഥലം കണ്ടുപിടിച്ച്. ജയിലിനേക്കാൾ വലിയ സെക്യൂരിറ്റി ആണല്ലോ. പുറത്തിറങ്ങിയിട്ട് രക്ഷയില്ല അല്ലേ? എഴുത്തെവിടം വരെയായി? കുഴപ്പമില്ല. ഇവിടെ തന്നെ ഇരുന്നാണോ എഴുത്തൊക്കെ? ഞാനങ്ങനെ പുറത്തേക്കൊന്നും പോകാറില്ല. പുറത്തേക്കൊക്കെ ഒന്ന് പോവണ്ടേ? ഇവിടെ ഇങ്ങനെ ഇരുന്നാ മതിയോ? ഹായ് അഞ്ജലി.
അന്ന് ജയിലിൽ കാണാമെന്നു പറഞ്ഞ ആളാ. നിങ്ങളെന്താ ഇവിടെ? ഞാൻ രാഘവനെ ഒന്ന് കാണാൻ വന്നതാ. എന്തിന്? ഒരു ജേർണലിസ്റ്റ് എന്തിനാ ഒരാളെ കാണുന്നത്? അതിന് തന്നെ. അത് വേണ്ട. അത് രാഘവനല്ലേ തീരുമാനിക്കേണ്ടത്. തൽക്കാലം രാഘവനല്ല, ഞാനാണ് തീരുമാനിക്കുന്നത്. നിങ്ങൾ ഇവിടുന്ന് പോണം പ്ലീസ്. ശരി രാഘവ, നമുക്ക് പിന്നെ കാണാം. അവരെന്തിനാ വന്നത്? എന്തിനാണെന്ന് എനിക്കറിയില്ല. എഴുത്തൊക്കെ എന്തായെന്ന് ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? എഴുതിയെന്ന് പറഞ്ഞോ എഴുതിയില്ലെന്ന് പറഞ്ഞോ? ഞാനൊന്നും പറഞ്ഞില്ല. നിന്റെ വർത്താനം കേട്ടാത്തൊന്നും ഞാൻ അവർക്ക് സ്ഥലം പറഞ്ഞു കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞോ? ഏതായാലും ഒരുമാതിരി സത്രം പോലെയായി. ആർക്ക് വേണേലും വന്ന് കയറി ഇറങ്ങാം. ഇനി ആളെവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റിയല്ല. ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റണം. ഇനിയിപ്പോ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. ഇവിടെ ഭക്ഷണമൊക്കെ തന്നെ ഉണ്ടാക്കേണ്ടി വരും. കൊണ്ടുതരാനൊന്നും ആരുമില്ല. ഞാനിനി എപ്പോഴാണ് വരേണ്ടത്? എപ്പോൾ വേണേലും വരാമല്ലോ. ഇനി 3 ദിവസം കൂടെ ഉള്ളല്ലേ? ഞാനിപ്പോൾ എന്താ വേണ്ടത്? സാർ, രാജീവ് തോമസിനോടൊന്ന് സംസാരിച്ച് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയാൽ കൊള്ളായിരുന്നു. അവർ പറഞ്ഞ ഡേറ്റ് എന്നാ? 2 ദിവസം കൂടെ ഉള്ളൂ. ഞാൻ വേണമെങ്കിൽ ഒന്ന് സംസാരിച്ചു നോക്കാം. എത്ര ദിവസം ചോദിക്കണം? അത് ഒരു 10 ദിവസം. 10 ദിവസം കൊണ്ട് കൊടുക്കാലോ അല്ലേ? ആ, കൊടുക്കാം സാർ. ഇതുവരെ എത്ര ചാപ്റ്റർ അയച്ചു കൊടുത്തു? അത് ഒന്നും അയച്ചിട്ടില്ല സാർ. അതെന്താ? എഴുതിയൊക്കെ അയച്ചു കൊടുക്കാൻ പാടില്ലേ? രാഘവൻ ഒന്നും എഴുതിയിട്ടില്ല സാർ. ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ലെന്നോ? ആർ യു കിഡിങ്? ഇങ്ങനെയൊന്നല്ലല്ലോ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നത്. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ഇറസ്പോൺസിബിലിറ്റി. സാർ, നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചത്? ഇങ്ങനെയുള്ള തോന്നിയാസത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെന്നോ? ഇതിനു വേണ്ടി കളയാൻ ഇനി എൻ്റെ കയ്യിൽ സമയമില്ല. പ്ലീസ് ഗോ. ഹലോ.
രാജീവ് തോമസ്. നാളെ ലാസ്റ്റ് ഡേ ആണ്. ഇനി അത്ഭുതങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അതിൽ സംശയമൊന്നുമില്ലല്ലോ. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഉണ്ട്, പറഞ്ഞോളൂ. ഇനി എന്ത് പറയാനാ, വേറെ മാർഗമൊന്നുമില്ലല്ലോ. നമുക്കപ്പോൾ കോടതി വെച്ച് കാണാം അല്ലേ? ഹലോ. ഹലോ, ഇതെവിടാ? ഞാനൊരു സ്ഥലം വരെ പോകാനിറങ്ങിയത്. ഞാൻ എയർപോർട്ടിൽ എത്തി കേട്ടോ. നല്ല കാലത്തിന് ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേഡാ. സാറ് ഫ്രീ ആണ്, ഇവിടെ വരെ വാ. നമുക്കൊരു ചായയൊക്കെ കുടിച്ച് 2 വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോവാന്നേ. എനിക്കൊരാളെ കണ്ടിട്ട് ഒരു ചെറിയ കാര്യം തീർക്കാനുണ്ട്. അതൊന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞാനിങ്ങ് വന്നേക്കാം. അടി കൊടുക്കേണ്ട കേസാണെ പറഞ്ഞാൽ മതി കേട്ടോ. ഹേയ്, ആ രാഘവന്റെ കേസാ. ഞാനതങ്ങ് വിട്ടു. വെറുതെ എന്തിനാ ഭാരം ചുമക്കുന്നത്? കാര്യങ്ങളൊക്കെ അങ്ങ് പഠിച്ചു പോയല്ലോ. എന്നാ പിന്നെ നമുക്കിനി അമേരിക്കയിലെ രാഘവന്മാരെ കുറിച്ച് എഴുതാം. എന്താ? അപ്പൊ പെട്ടെന്ന് ഇങ്ങ് വരുമല്ലോ അല്ലേ? പിന്നെ പെട്ടെന്ന് എത്തിയേക്കാം. എന്നാ വേഗം വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. ഇന്നലെ വരുമെന്ന് വിചാരിച്ചു. വരാതിരുന്നോണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. ദേ, നിങ്ങളുടെ കാശ്. എനിക്കെന്തിനാ കാശ്? ഇത് നിങ്ങൾ ജയിലിൽ കിടന്നതിൻ്റെ കൂലിയാ. അത് നിങ്ങൾ തന്നെ അങ്ങ് വെച്ചാൽ മതി. ദേ, ഇത് നിങ്ങളുടെ മഹാസാഹിത്യം. ഇത് നിങ്ങൾ തന്നെ വെച്ചോ. ഇനി നമുക്കിടയിൽ പറഞ്ഞു തീർക്കാനോ ചെയ്തു തീർക്കാനോ ഒന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? എങ്ങോട്ടാ പോകേണ്ടത്? എവിടെങ്കിലും കൊണ്ടുവിടണമെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എന്താന്ന് വെച്ചാൽ തീരുമാനിക്ക്. നിങ്ങളെന്താ മനുഷ്യനെ കളിയാക്കുക? ബേസിക്കലി നിങ്ങളൊരു കള്ളനാ. നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ കള്ളമല്ലേ? എപ്പം നോക്കിയാലും ഞാൻ കൊന്നിട്ടില്ല. സത്യം പറയാൻ പേടിയായിട്ടല്ലേ നിങ്ങൾ എഴുതാതിരിക്കുന്നത്? നിങ്ങൾ എന്താ മിണ്ടാ നിൽക്കുന്നേ? നിങ്ങൾക്കൊന്നും പറയാനില്ല, അത് തന്നെ. സമയം തീരാൻ പോവുക അല്ലേ? അതൊക്കെ വിട്ടേക്ക്. നിങ്ങൾക്ക് എങ്ങോട്ടാ പോകണ്ടെന്ന് പറ. എനിക്ക് സമയമില്ല. ഇറങ്ങ. എങ്ങോട്ട് വെച്ചാ പോ. പോകുന്നതിന് മുമ്പ് ഇതും കൂടെ ഒന്ന് വായിച്ചു നോക്ക്. വേണ്ടതെല്ലാം എഴുതിയിട്ടുണ്ട്.
എങ്ങോട്ടാ പോകേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ജയിലിലേക്ക് തിരിച്ചു പോവുക. you